നമസ്കാരം. ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ ശാന്തിയുള്ള ദിനേശ്. പല രീതിയിൽ പലവട്ടം ഞാൻ പറഞ്ഞതാണ്. നമ്മുടെ ചാനലിൽ മാത്രമാണ്, കേരളത്തിൽ എന്തായാലും മലയാളം ചാനലുകളിൽ യൂട്യൂബിൽ ഫോൺ നമ്പർ കൊടുത്തിരിക്കുന്ന ഏക ചാനൽ നമ്മളാണ്. അതും 2 നമ്പർ. എനിക്ക് വല്ല ആവശ്യമുണ്ടോയെന്ന് ആലോചിക്കുക, 2 നമ്പർ, എൻ്റെ 2 നമ്പർ കൊടുത്തിട്ടുണ്ട്. എന്നെ ആര് വിളിച്ചാലും ഞാൻ ഫോൺ എടുക്കും. എനിക്കറിയാവുന്ന ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം മറുപടി പറയും. ഇപ്പം ഞാൻ സ്റ്റുഡിയോയ്ക്കകത്താണ്, 10-40-50 മിനിറ്റ് സ്റ്റുഡിയോയ്ക്കകത്ത് ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ പുറത്തിറങ്ങി കഴിഞ്ഞാൽ അപ്പം തന്നെ കാറിനകത്ത് ഫോൺ ആദ്യം എടുത്ത് നോക്കും, എത്ര മിസ് കോളാണ്. അത്രയും പേരെയും വിളിച്ചിട്ടേ ഞാൻ വീട്ടിൽ പോകാറുള്ളൂ. അത് എൻ്റെ ഒരു അലിഖിത നിയമം പോലെ ഞാൻ കൊണ്ടു കിടക്കുന്നൊരു കാര്യമാണ്. നമ്മളെ ഇഷ്ടപ്പെടുന്നവരും നമ്മളെ ഇഷ്ടപ്പെടാത്തവരും ഒക്കെ ഫോണിൽ വിളിക്കുമ്പോൾ അതിന് മറുപടി പറയണം, അല്ലെങ്കിൽ ഫോൺ എടുക്കണം എന്നുള്ള ചിന്താഗതിക്കാരനാണ് ഞാൻ. അതിൻ്റെ ഒരുപാട് തലവേദനകൾ ദിവസവും അനുഭവിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ്. ഞാനത് പലപ്പോഴും പറഞ്ഞു തോന്നുന്നു. അതിൻ്റേതായ ബുദ്ധിമുട്ട് ഞാനിപ്പോൾ നന്നായിട്ട് അനുഭവിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പം തന്നെ സഖാവ് VS-നെതിരെ അനാവശ്യം പറഞ്ഞതിൻ്റെ പേരിൽ യൂട്യൂബിൻ്റെ നിർദ്ദേശം കൂടെ കിട്ടിയപ്പോൾ ഞാൻ അതിൽ ഈ മറുപടി ഇടാവുന്ന, പ്രതികരിക്കാവുന്ന അതിനെ ക്ലോസ് ചെയ്ത് കളഞ്ഞല്ലോ. എത്ര പേര് എന്നെ വിളിച്ച് പറഞ്ഞാൽ, നിങ്ങൾക്ക് ഇത്ര ഭീരുവാണോ നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങൾക്കെതിരെ സംസാരിക്കുന്നത് ഇടാതിരിക്കാൻ വേണ്ടി ചാനൽ ക്ലോസ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ പറയുന്നു. രാത്രി 12 മണി വരെ ആര് വിളിച്ചാലും ഞാൻ ഫോൺ എടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. 12-1 എടുക്കില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. അതിന് കേരളത്തിലെ മുഖ്യമന്ത്രി വിളിച്ചാലും എടുക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം പിന്നെ ഉള്ള 1-2 മണിക്കൂർ എൻ്റെ സ്വകാര്യമാണ്. എനിക്ക് കുറേ വീട്ടിൽ പണിയുണ്ട്, കൊച്ചു കൊച്ചു പണികൾ. അതൊക്കെ ചെയ്ത് പല്ലൊക്കെ തേച്ച് ഒരുപാട് സമയമെടുക്കും. പാറുവിന് രാത്രി കൊടുക്കാനുള്ള ബിസ്ക്കറ്റൊക്കെ കൊടുത്ത് അവളെ കിടക്കാനൊക്കെ സൗകര്യം ഒരുക്കി കൊടുത്ത്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ ഇപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ 1:30 മണിക്കും 2 മണിക്കും ഒക്കെ രാത്രി വിളിക്കും ചിലർ. അത് വിദേശത്തു നിന്ന് വിളിക്കുന്നവരാണെങ്കിലും പോട്ടെ നോക്കിയാൽ, നമ്മളെ നാട്ടിലുള്ള അല്പം അടിച്ചും കൊണ്ടോ വലിച്ചും കൊണ്ടോ വിളിക്കുന്നതായിരിക്കാം. നിങ്ങൾ 2 മണി കഴിഞ്ഞല്ലേ ഉറങ്ങൂ, അത് ഞങ്ങൾക്കറിയാം. എനിക്ക് ഉറക്കം വരുന്നില്ല, അപ്പം നമുക്ക് അല്പം സംസാരിച്ചിരിക്കാം. രാത്രി 1:30 മണിക്ക് വിളിച്ച് എന്നോട് പറയുകയാണ്, പിന്നെ രാത്രി എന്തായിരുന്നു ഇന്ന് ഭക്ഷണം? വേറെ തോന്നരുത്, ഞാൻ അല്പം അടിച്ചിട്ടുണ്ടേ. രാത്രി 1:30ക്കും 2 മണിക്കും വിളിച്ച് ചോദിക്കുന്ന കുശലമാണ്. ആലോചിക്ക്. ഇവ അടിച്ചപ്പോൾ അവന് ഉറക്കമില്ല. അപ്പോൾ എന്നാൽ ജോലിയും കൂലിയില്ല നടക്കുന്ന ദിനേശിനെ വിളിക്കാമെന്ന് വിചാരിക്കും. ഒരു കോതമംഗലത്ത് നിന്ന് എന്നെ ഒരു ലാബി എന്ന് പറഞ്ഞ ഒരാൾ വിളിക്കും. പുള്ളി സിനിമയിൽ കാർ ഓടിച്ചുകൊണ്ടിരുന്നു എന്നാണ് പറയുന്നത്. ഈ പറഞ്ഞ പോലെയാണ്, സ്ഥലകാല ബോധമൊന്നുമില്ല. പുള്ളിക്ക് മമ്മൂട്ടിയുടെ നമ്പർ വേണം, അല്ലെങ്കിൽ മമ്മൂട്ടി ഇപ്പോൾ ഏത് ലൊക്കേഷനിലുണ്ട്, അതാരുടെ പടമാണ്, ഇനി എത്ര ദിവസം കൂടെ അവിടെ കാണും, അടുത്ത മമ്മൂട്ടിയുടെ പടം ഏത്, ഇത്രയും ഞാൻ അറിയിക്കണം. അതാണ് പുള്ളിയുടെ ജോലി. ഒരു 10 പ്രാവശ്യമൊക്കെ വിളിച്ചെങ്കിൽ പോട്ടെ നോക്കിയാൽ. ഇന്നും വിളിച്ചു. അപ്പോൾ ഞാൻ പറയും, നിങ്ങൾ ആ എറണാകുളത്തുള്ള ഏതെങ്കിലും ഒരു PRO വിളിക്കൂ, അല്ലെങ്കിൽ തിരക്കുള്ള ഏതെങ്കിലും ഒരു പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവിനെ വിളിക്കും. നിങ്ങൾക്ക് സിനിമയിൽ നിന്ന ആളെന്നല്ലേ പറഞ്ഞു, നിങ്ങൾക്ക് പരിചയമുണ്ടല്ലോ. അവരാരും ഫോൺ എടുക്കില്ല സാറേ. സാറാകുമ്പോൾ ഫോൺ എടുക്കും. അയാൾ മമ്മൂട്ടി ഇപ്പോൾ എവിടെ ഉണ്ടെന്നൊന്ന് അറിഞ്ഞാൽ മതിയായിരുന്നു. ഇന്ന് ഞാൻ എന്തോ ദേഷ്യപ്പെട്ട് സംസാരിച്ചു. അടുത്ത ഒരുത്തം വിളിച്ചിട്ട് ചോദിക്കുന്നത്, മഞ്ജു വാര്യർ വീണ്ടും വിവാഹം കഴിക്കുമെന്ന് പറയുന്നു. കഴിക്കുമോ? എവക്കിനി ചുമ്മാ ഇരുന്നൂടെ? അവൻ്റെ മടിയിലിരുത്തി പേരിട്ടോലാണ്. എവക്കിനി ചുമ്മാ ഇരുന്നൂടെ? ഇനി എന്തിനാ വിവാഹം? ആരെങ്കിലും എവളെ ഇനി വിശ്വസിക്കുമോ? ഒരു പക്ഷേ എന്നെ സുഖിപ്പിക്കാൻ കൂടെ ചേർത്തായിരിക്കും പറഞ്ഞത്. എനിക്ക് മഞ്ജുവിനോട് പാവം, അതിനോട് യാതൊരു വിരോധവും ഇല്ല. പക്ഷേ യോ വിചാരിച്ച മഞ്ജു ഞാനും ശത്രുക്കളെന്നാണ്. അതുകൊണ്ടൊന്ന് എരിവ് കയറ്റാനായിരിക്കും ഇങ്ങനെ ചോദിക്കുന്നത്. പിന്നെ മോഹൻലാലിൻ്റെ ഇപ്പോഴത്തെ ശമ്പളം എത്ര? എടാ, ശമ്പളം, മോഹൻലാലിൻ്റെ ശമ്പളം 50 കോടിയാണെന്ന് പറഞ്ഞാൽ നിനക്കെന്ത് ഗുണം? 10 കോടിയാണ് എന്ന് പറഞ്ഞാൽ നിനക്കെന്ത് ഗുണം? പക്ഷേ ചോദിക്കുന്ന, പാതിരാത്രി വിളിച്ച് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. ആ തല്ലിപ്പൊളി നിങ്ങളൊരു കൂട്ടുകാരില്ലേ തിരുവനന്തപുരത്ത്, അലൻസിയർ, നീളാം നമ്പ്യാരുടെ ബ്ലൂ ഫിലിമിൽ അഭിനയിക്കേണ്ട വല്ല കാര്യമുണ്ടോ അയാൾക്ക് വയസ്സുകാലത്ത്? പിന്നെ പറയൊക്കെ തെറി വാക്കുകളാണ്. അതിനും ഞാനാണ്. അലൻസിയർ ബ്ലൂ ഫിലിമിൽ അഭിനയിച്ചാൽ മറുപടി പറയേണ്ടത് ഞാനാണ്. പിന്നെ ചിലർ ഭീഷണിപ്പെടുത്തലാണ്. നിങ്ങൾ അഴുക്ക ചെറുക്കൻ എന്ന് പറഞ്ഞ സൈനികം കയറുന്ന കയറ്റം കണ്ടോ? അപ്പം ഞാൻ പറയും, കയറട്ടെ, അവൻ നല്ല പയ്യനാകുന്നത് സന്തോഷമുള്ള കാര്യമല്ലേ. പിന്നെ സന്തോഷമുള്ള കാര്യം, നിങ്ങളെ
അങ്ങനെയൊന്നും പറഞ്ഞാൽ പോരാ, നിങ്ങളുടെ ചാനലിലൂടെ പരസ്യമായിട്ട് മാപ്പ് പറയണം. ഞാൻ എന്തിനാ മാപ്പ് പറയണം? എന്ത് കാര്യത്തിനാണ് മാപ്പ് പറയണ്ടേ? എനിക്കെന്താ ഷൈൻ നിഗത്തിനെ അത്രയും ഇഷ്ടമില്ലാത്ത ഒരാളാണ്? അല്ല. പക്ഷേ ഇഷ്യൂ ഉണ്ടാക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ പറയുക എന്നുള്ളതാണ്. സുരേഷ് ഗോപിയെ പറഞ്ഞ് നിങ്ങളുടെ കൊതി തീർന്നില്ലേ? കേരളത്തിലെ അടുത്ത മുഖ്യമന്ത്രി ആരെന്നറിയോ? ഞാൻ പറഞ്ഞില്ല. പുള്ളി കേന്ദ്രത്തിൽ രാജിവെക്കുകയാണ് മന്ത്രിസ്ഥാനം. അത് ചുമ്മാ രാജിവെക്കുകയല്ല, അങ്ങനെ പറയും സിനിമ ചെയ്യണം, പൈസ ഇല്ല എന്നൊക്കെ. കേരളത്തിലെ മുഖ്യമന്ത്രിയാവാൻ വേണ്ടിയാണ് പുള്ളി രാജിവെക്കുന്നത്. അതുപോലെ നിങ്ങളെ ജി സുരേഷ് കുമാറില്ലേ, മേനകയുടെ ഭർത്താവ്, അയാളിങ്ങനെ സ്ഥിരമായി പൊക്കി പറഞ്ഞതിന് വല്ലതും തടയോ? ഇതിനൊക്കെ ഞാൻ എന്ത് മറുപടി പറയാൻ? നമ്മൾ ഈ ഓരോ ഇപ്പം മറുനാട് ഷാജനൊക്കെ ഫോൺ നമ്പർ ഇടാത്തത് ചുമ്മാ അല്ലാന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത്. വെറുതെ ഒരു ഇഷ്യൂ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അനുഭവിക്കുകയല്ല, എന്ത് ചെയ്യല്ലേ? എൻ്റെ സിന്ധു കാലെ പിടിച്ച് പറഞ്ഞാണ് നമ്പർ ഇടരുതെന്ന്. എൻ്റെ മകനും പറഞ്ഞു, അച്ഛാ നമ്പർ ഇടരുത്. ഞാൻ പറഞ്ഞ അങ്ങനെയല്ല, കേരളത്തിലെ ഒരു യൂട്യൂബർ നമ്പർ ഇടാതിരിക്കുന്നു. അവർക്ക് നമ്മുടെ പ്രോഗ്രാം കണ്ടിട്ട് നല്ലതായാലും തെറ്റായാലും നമ്മളോട് പറയാനുള്ളത് അവർ സമ്മതിക്കട്ടെ എന്ന് പറഞ്ഞ് ഇട്ടതാണ്. അത് വലിയ പാരയായി എന്നുള്ളതാണ്. നമസ്കാരം. എനിക്കൊരു കാര്യത്തിൽ സന്തോഷമുണ്ട്. എൻ്റെ ഇന്നലെകളെക്കുറിച്ച്, ഞാൻ വളർന്നു വന്ന ജീവിത സാഹചര്യങ്ങളെക്കുറിച്ച്, സിനിമാക്കാരനായി സമ്പന്നനായ ശേഷവും കുത്തുവാളെടുത്ത് താഴെ പോയപ്പോൾ ഒരു 2 ലക്ഷം രൂപ കടം വാങ്ങാനായിട്ട് സഹായിക്കണം എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത സുഹൃത്തുക്കൾ പോലും ഒരു ബ്ലൈഡുകാരനും പരിചയപ്പെടുത്തി തരാത്തതിനെക്കുറിച്ച് ഒരുപാട് പേർക്കത് ഇഷ്ടപ്പെട്ടു. എന്നോടൊരാൾ പറഞ്ഞത്, ചേട്ടാ ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുകയായിരുന്നു ചേട്ടാ ഞാൻ. നിങ്ങളുടെ ഈ എപ്പിസോഡ് കണ്ടപ്പോഴേ 1,18,00,000 രൂപയുടെ കടമുള്ള നിങ്ങൾക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരാമെങ്കിൽ വെറും 7.5 ലക്ഷം രൂപ കടമുള്ള ഞാൻ എന്തിന് ചേട്ടാ ആത്മഹത്യ ചെയ്യണേ? ഞാൻ തിരിച്ചു വരും ചേട്ടാ. എനിക്ക് ഭയങ്കര സന്തോഷമായി. ഒരുപാട് പ്രാവശ്യം ഞാൻ അയാളോട് ഒരുപാട് കാര്യം സംസാരിച്ചു. നമ്മുടെ എൻ്റെ ഇന്നലെകൾ ആളുകൾക്ക് ഇഷ്ടമാണ് എന്ന് കാണുകയും, ചേട്ടാ ഇനിയും ജീവിതത്തിൽ അനുഭവങ്ങളുണ്ടെങ്കിൽ പറ ചേട്ടാ, ഞങ്ങൾക്കതൊരു ഇൻസ്പിറേഷനാണ് എന്ന് പറയുമ്പോൾ, ചേട്ടൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ ജീവിക്കാൻ കൊതി കൂടുന്നു ചേട്ടാ എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ, ഒരു വലിയ ജീവിത സമരത്തിലൂടെ ചേട്ടൻ പോരാടി ജയിച്ചവനല്ലേ ചേട്ടാ എന്ന് പറയുമ്പോൾ, ആകപ്പാട് ജീവിതത്തിൽ ചേട്ടനൊരു വീടില്ല എന്നുള്ളതല്ലേ ഉള്ളൂ, ചേട്ടൻ ഇപ്പോഴും സമ്പന്നനല്ലേ ചേട്ടാ എന്ന് പറയുമ്പോൾ എനിക്ക് വീണ്ടും എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ സംസാരിക്കാനുള്ള ഒരു പ്രേരണയാകുന്നു. ഇന്ന് ഈ ചിത്രത്തിന് പിന്നിൽ എന്നുള്ള നമ്മൾ കുറച്ച് കാലമായി ചെയ്യാത്ത പങ്ക്തിയിൽ ഞാൻ ചെയ്യുന്നത് എൻ്റെ കുടുംബജീവിതം അല്ലെങ്കിൽ എൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട കഥയാണ്. പറഞ്ഞു വരുമ്പോൾ ചിലപ്പോൾ ഞാൻ വീണ്ടും ദാരിദ്ര്യവും പട്ടിണിയൊക്കെ ഇതിൻ്റെ ഇടയിൽ കൂടെ കടന്നു വരും. പക്ഷേ ഇതുവരെ ആരോടും പങ്കിടാത്ത, ആരോടും ഷെയർ ചെയ്യാത്ത ചില കാര്യങ്ങളാണ് ഈ ചിത്രത്തിന് പിന്നിൽ എന്നുള്ള നമ്മുടെ ഈ പങ്ക്തിയിലൂടെ ഇന്ന് ഞാൻ പറയുന്നത്. കുടുംബത്തിലെ ചരിത്രങ്ങൾ ഏറ്റവും എളുപ്പം നമുക്ക് സൂക്ഷിക്കാനാകുന്നത് ഫോട്ടോകളിലൂടെയാണ്. വീഡിയോയിൽ പോലും അങ്ങനെ സൂക്ഷിക്കാൻ പറ്റുന്നുള്ളൂ. പക്ഷേ ഫോട്ടോകളിലൂടെ നമുക്ക് ചരിത്രങ്ങൾ സൂക്ഷിക്കാനാവും. കിട്ടിയ പഴയകാല ഫോട്ടോകളൊക്കെ സൂക്ഷിച്ച് വയ്ക്കാൻ എനിക്കായില്ല. എൻ്റെ വല്യമ്മയുടെ വീട്ടിൽ എനിക്ക് 1 വയസ്സോ എന്തോ ഉള്ളപ്പോൾ ദേഹമാസകലം സ്വർണ്ണമാലയും സ്വർണ്ണമോതിരങ്ങളും കാപ്പും തളയും ഒക്കെ ഇട്ട് നൂൽബന്ധമില്ലാതെ ഞാൻ കിടക്കുന്നൊരു ഫോട്ടോ ഉണ്ടായിരുന്നു. ഞാൻ വളർന്ന് വലുതായി വരുന്നതിനിടയിൽ വലിയമ്മയെ കാണാനോ വലിയച്ഛനെ കാണാനൊക്കെ മച്ചയിൽ ചെല്ലുമ്പോൾ ഈ ഫോട്ടോ അറിയാതെ ആരെയെന്ന് എന്ന് വലിയച്ഛൻ കേൾക്കുമായിരുന്നു. ആ ഫോട്ടോയുടെ ഒരു കോപ്പി എടുത്തു വയ്ക്കാൻ എനിക്ക് പറ്റിയില്ല. അവർ വീട് പുതുക്കി, പഴയ വീടായിരുന്നു, അപ്പോൾ ആ വീട് പൊളിച്ച് കളഞ്ഞിട്ട് പുതിയത് വെച്ചപ്പോൾ ആ ഫോട്ടോകളൊക്കെ വാരി എവിടെ ഇട്ട് അത് നശിച്ചു പോയി. ഇപ്പോഴും ഞാൻ അതിൽ ദുഃഖിതനാണ് ആ ഫോട്ടോ സൂക്ഷിച്ച് വയ്ക്കാത്തതിൽ. 10-50 വർഷം കഴിയുമ്പോൾ, ഈ പ്രോഗ്രാം കാണുന്നവർ ഓർത്ത് വയ്ക്കുക, ഒരു 10-50 വർഷം കഴിയുമ്പോൾ ഈ ഫോട്ടോകളുടെ വാല്യൂ കൂടും എന്നുള്ളത് ഞാനിപ്പോൾ അനുഭവിക്കുന്നു. പക്ഷേ എൻ്റെ കയ്യിലുള്ള ഈ ഫോട്ടോകൾ സൂക്ഷിച്ചു വച്ചാൽ യൂട്യൂബ് വരുമെന്നും ഞാനൊരു യൂട്യൂബ് തുടങ്ങുമെന്നും
അതിൽ ഈ ഫോട്ടോകൾ ഉപയോഗിച്ച് ചരിത്രം പറയാമെന്നോ ഒന്നും ചിന്തിച്ചതേ അല്ല. എൻ്റെ സ്വകാര്യത്തിൽ വച്ചിരുന്നു. പക്ഷേ എൻ്റെ കുടുംബകഥ കേൾക്കാൻ, അല്ലെങ്കിൽ എൻ്റെ ഇന്നലെകൾ, എൻ്റെ വളർച്ച, ഞാൻ അനുഭവിച്ച ത്യാഗങ്ങൾ, പട്ടിണി, ഇതിനെക്കുറിച്ച് കേൾക്കാൻ ഇഷ്ടമാണ് എന്ന് പറയുന്നവർ കൂടി വരുമ്പോൾ ഞാൻ ഈ ഫോട്ടോകൾ ഉപയോഗിക്കുകയാണ്. എൻ്റെ അമ്മയുടെ അച്ഛൻ അപ്പൂപ്പൻ തിരുവിതാംകൂർ പട്ടാളത്തിലായിരുന്നു. അപ്പൂപ്പന് എൻ്റെ അമ്മയടക്കം 6 മക്കൾ, 4 പെൺമക്കളും 2 ആൺമക്കളും. അപ്പൂപ്പൻ പെൻഷനായപ്പോൾ ശാന്തിവിളയിൽ ഒരു മുറുക്കാൻ കട തുടങ്ങി. മൂത്ത മാമൻ അപ്പൂപ്പനെ സഹായിക്കും. അപ്പൂപ്പൻ നന്നായിട്ട് ഈ ബീഡി ചുരുട്ടും. ഭയങ്കര രസമാണ് ബീഡി ചുട്ടണത്. തലേ ദിവസം ബീഡിയെല്ലാം വെട്ടി, അതൊക്കെ വെട്ടിയൊക്കെ അടുക്കി തണുത്ത നനച്ച തുണിയിൽ വച്ച് മടക്കിയൊക്കെ വയ്ക്കുന്നതാണ് കാണാൻ അപ്പൂപ്പൻ. ആ ബീഡി വാങ്ങാനായി അതിനുവേണ്ടി മാത്രം ശാന്തിവിള വരുന്ന ആൾക്കാരുണ്ടായിരുന്നു. പ്രാവച്ചമ്പലത്ത് നിന്നും, സ്റ്റുഡിയോ റോഡിൽ നിന്നും, മേലാങ്കോട്ട് നിന്നും, പഴയ കാരക്ക മണ്ഡപത്ത് നിന്നും, ഊക്കോട്ട് നിന്നും ഒക്കെ പഴയ സൈക്കിൾ ചവിട്ടി പലരും വൈകുന്നേരം ജോലിയൊക്കെ കഴിഞ്ഞിട്ട് അപ്പൂപ്പൻ്റെ ബീഡി വാങ്ങാൻ വരുമായിരുന്നു. വലിയ ബീഡിയും ചെറിയ ബീഡിയും വെവ്വേറെ കെട്ടിവയ്ക്കുമായിരുന്നു അപ്പൂപ്പൻ. അപ്പൂപ്പന് കടയിലേക്കുള്ള ആവശ്യത്തിനുള്ള വെറ്റ കൊണ്ടു കൊടുക്കുന്ന ഒരു ഭാർഗവി അമ്മച്ചി ഉണ്ടായിരുന്നു. ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. ചുരുങ്ങിയത് ആ അമ്മച്ചി മരിച്ചിട്ടൊരു 40 വർഷമെങ്കിലും വരും. പക്ഷേ ആ അമ്മച്ചിയുടെ നിറച്ച് മുറുക്കാനിട്ട, എപ്പോഴും സുസ്മേരവദനയായി ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്ന ആ അമ്മച്ചി എൻ്റെ മനസ്സിൽ നിന്ന് മാച്ച് കളയാനേ കഴിയില്ല. അതുപോലെ അപ്പൂപ്പന് തൈര് കൊണ്ടു കൊടുക്കുന്ന, അപ്പൂപ്പന് മുറുക്കാൻ കടയിൽ മോര് കൊടുക്കുമായിരുന്നു സ്കൂൾ കുട്ടികൾക്കൊക്കെ. അപ്പോൾ മോരിന് വേണ്ടിയുള്ള തൈര്, ആ തൈര് ഉച്ചയാകുമ്പോൾ അപ്പൂപ്പൻ കുറേ ഒരു തൂക്കുപാത്രം എടുത്തുകൊണ്ട് വീട്ടിൽ വരും. തൈര് കൂട്ടിയ അപ്പൂപ്പൻ ഉണ്ണുള്ളായിരുന്നു. അതൊരു തങ്കമ്മ മാമിയായിരുന്നു അപ്പൂപ്പൻ തൈര് കൊണ്ട് കൊടുത്തിരുന്നത്. അതുപോലെ എൻ്റെ വീട്ടിൽ ടൈഗർ എന്ന് പറഞ്ഞൊരു പട്ടി അക്കാലത്തുണ്ടായിരുന്നു. ടൈഗറിനും പിന്നെ വീട്ടുകാർക്കുള്ള ഇറച്ചി കൊണ്ടു കൊടുക്കുന്ന ഒരു കുന്തർ സാഹിബ് ഉണ്ടായിരുന്നു വെള്ളായണി ജംഗ്ഷനിൽ. അപ്പൂപ്പൻ ആവശ്യമുള്ള വാഴക്കുലകൾ കൊണ്ടു കൊടുക്കുന്ന ഒരു ചാർലി ഉണ്ടായിരുന്നു. ബീഡി ചുരുട്ടാൻ അപ്പൂപ്പനെ സഹായിക്കുന്ന ഒരു രവി ഉണ്ടായിരുന്നു. രവിയണ്ണനൊക്കെ ഒരുപാട് കാലം എൻ്റെ നല്ല ബന്ധമായിരുന്നു, മരിച്ചുപോയി. ഇങ്ങനെ കുറേ പേരുണ്ട് എൻ്റെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോകാത്തവർ. ആ മുഖങ്ങൾ ഇന്നും ആലോചിച്ചാൽ എനിക്ക് കാണാൻ കഴിയും. ഇതെല്ലാം ഒരു 50 വർഷം മുമ്പുള്ള കഥയാണ് പറയണേ. എന്നെ ശാന്തിവിള സ്കൂളിൽ 1-ാം ക്ലാസ്സിൽ അപ്പൂപ്പനാണ് കൊണ്ടുവന്ന് ചേർത്തത്. അച്ഛനില്ലല്ലോ. അപ്പോൾ ഗ്രഹനാഥൻ എന്നുള്ള നിലയ്ക്ക് അപ്പൂപ്പനാണ് എന്നെ കൊണ്ട് ചേർത്തത്. അവിടെ ചെല്ലപ്പൻ പിള്ള സാർ എന്നൊരു സാറുണ്ടായിരുന്നു. വായ നിറച്ച് മുറുക്കാനിട്ട കഷണ്ടി തലയനായ പൊക്കം കുറഞ്ഞ സാറാണ് ചെല്ലപ്പൻ പിള്ള സാർ. കർക്കശക്കാരനായിരുന്നു സാർ. നന്നായിട്ട് തല്ലുമായിരുന്നു. എന്നെ അവിടെ ചേർക്കാനായിട്ട് രജിസ്ട്രേഷന് വേണ്ടി ക്യൂവിൽ ഞാൻ നിൽക്കുമ്പോൾ എൻ്റെ മുന്നിൽ ഒരു പെൺകുട്ടിയായിരുന്നു. അവളുടെ പേര് കനകജ എന്നാണ്. ഇപ്പോൾ ഈ കനകജ ഈ പ്രോഗ്രാം കാണാറുണ്ടോ എന്ന് എനിക്കറിയില്ല. എൻ്റെ പിറകിൽ ഒരു ആൺകുട്ടിയായിരുന്നു, സന്തോഷ്. അതിനും പിറകിൽ ഇപ്പോഴും നല്ല ഓർമ്മയുണ്ട്, ജയിലർ സിനിമയിൽ മോഹൻലാൽ ഇട്ടതുപോലെ പുലിത്തോല് പോലുള്ള ഒരു ഫ്രോക്കിട്ട ഉണ്ടക്കണ്ണിയായ ഒരു പെൺകുട്ടിയായിരുന്നു സന്തോഷിൻ്റെ പുറകിൽ നിന്നത്. അവളുടെ പേര് ചന്ദ്രലേഖ എന്നായിരുന്നു. കുറച്ചു കാലം മുമ്പ് ജഗതി കണ്ണേറ്റുമുക്ക് റോഡിൽ ഞാനിങ്ങനെ വരുമ്പോൾ അവിടെ വെച്ച് ഞാൻ ചന്ദ്രലേഖയെ കണ്ടു. അവളുടെ ആ വലിയ കണ്ണ് കണ്ടപ്പോൾ പെട്ടെന്ന് ഞാൻ വണ്ടി നിർത്തി. ഞാൻ ചോദിച്ചു, ചന്ദ്രലേഖയല്ലേ എന്ന് ചോദിച്ചു. അവൾക്ക് അതിശയമായിപ്പോയി. കാരണം ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു 10-40 വർഷം കാണാതിരുന്ന, 40 10-50 വർഷം കാണാതിരുന്ന കൂടെ പഠിച്ച കുട്ടിയെ ഞാൻ തിരിച്ചറിയുക എന്ന് പറഞ്ഞാൽ, ഒരുപാട് നേരം ഞാൻ ചന്ദ്രലേഖയായിട്ട് സംസാരിച്ചു. പാവം, അവൾക്ക് കുട്ടികളൊന്നുമില്ല. ഒരുപാട് നേരം സംസാരിച്ചിട്ടാണ് ഞങ്ങൾ പിരിഞ്ഞത്. ഇനിയും കാണാം എന്ന് പറഞ്ഞിട്ട്. കനകജ പ്രശസ്ത മേക്കപ്പ് മാനായ ഉദയായിലും മെറിലാൻഡിലും, പ്രത്യേകിച്ച് ഉദയായിൽ ചരിത്ര കഥാപാത്രങ്ങൾക്ക് മുഴുവൻ മേക്കപ്പിട്ട കെ വേലപ്പൻ എന്ന് പറഞ്ഞ വേലപ്പൻ മാമൻ്റെ മകളാണ്. ഇപ്പോഴത്തെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് വി അശോക് കുമാറിൻ്റെ അനുജത്തി. നമ്മുടെ ക്യാമറമാൻ ക്യാമറ കൊണ്ട് കവിതകൾ രചിക്കുന്ന എസ് കുമാറിൻ്റെ മാമൻ്റെ മകൾ. അനാച്ഛാദനം എന്ന് പറഞ്ഞ സിനിമയിൽ കനകജ ഒരു വേഷം ചെയ്തിട്ടുണ്ട്. ആ വേഷം ചെയ്തിട്ട് ക്ലാസ്സിലേക്ക് വന്ന ഗമോണം കാണാം. സിനിമ നടിയായിട്ട് വന്നതേ എനിക്കൊണ്ട് 4-5 പഠിക്കുമ്പോഴാണ് സിനിമാ നടിയായിട്ടാണ്
കുറേ ദിവസം കാണാതിരുന്നിട്ട് കനകജയെ കണ്ടപ്പോൾ കനകജ ഷൂട്ടിംഗ് വിശേഷങ്ങളൊക്കെ പറയുകയാണ് അനാച്ഛാദനത്തിൻ്റെ. കനകജയെ തിരുവനന്തപുരത്ത് ഉള്ള കാലടിയിൽ ഒരു വോളിബോൾ കളിക്കാരൻ കല്യാണം കഴിച്ചു. KSRTCക്ക് വേണ്ടി കളിക്കുന്ന വോളിബോൾ കളിക്കാരനാണ്. അയ്യോ അവള് നെറ്റിൻ്റെ മോളിൽ കയറിയൊക്കെ അടിക്കുന്നുണ്ട്, ജിമ്മി ജോർജ് അടിക്കുമ്പോഴേക്കാണ് അടിക്കുന്നത്. അവർക്കൊരു മകളുണ്ട്. ഞാൻ വല്ലപ്പോഴും ഒക്കെ വെള്ളായണി അമ്പലത്തിലോ എവിടെയെങ്കിലുമൊക്കെ വെച്ച് കാണാറുണ്ട്. പിന്നെ കനകജയുടെ വീട്ടിൽ കനകജയുടെ അച്ഛൻ മരിച്ചു, കൊച്ചച്ഛൻ മരിച്ചു, അമ്മ മരിച്ചു, അപ്പോഴൊക്കെ ഞാൻ പോയിരുന്നു. 7ാം ക്ലാസ് വരെ നല്ല കൂട്ടുകാരായിരുന്നു കനകജയും ചന്ദ്രലേഖയും ഷീലയും ശകുന്തളയും ഒക്കെ. ഇവരെല്ലാം ഞാൻ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട്. അപ്പോൾ എന്താ പറയുക, ഇവർക്കെല്ലാം വേണമെങ്കിലും ഓരോ എപ്പിസോഡ് കഥ പറയാം എനിക്ക്. ഷീലയൊക്കെ കണ്ടിട്ട് പക്ഷേ ഒരു 10-60 വർഷം വരും, 10-50 വർഷം വരും. ഹൈസ്കൂളിലായപ്പോൾ നേമത്തായി ഞങ്ങളെല്ലാം. അപ്പോൾ നേമത്ത് ബോയ്സ് ഹൈസ്കൂളും ഗേൾസ് ഹൈസ്കൂളും പ്രത്യേകമാണ്. അതോടുകൂടി ഈ ബന്ധങ്ങളൊക്കെ നഷ്ടപ്പെട്ടു. അപ്പോൾ സ്റ്റുഡിയോ റോഡിൽ വിശ്വഭാരതി എന്ന് പറഞ്ഞൊരു ട്യൂട്ടർ കോളേജ് ഉണ്ടായിരുന്നു. അക്കാലത്ത് വളരെ പ്രശസ്തമായ ട്യൂട്ടർ കോളേജാണ്. അവിടെ ഞാനും കനകജിയും ഒന്നിച്ചാണ് പഠിച്ചത്. വേലപ്പൻ മാമനും കുടുംബവും സ്റ്റുഡിയോ റോഡിലെ ആദ്യകാല കമ്മ്യൂണിസ്റ്റുകാരായിരുന്നു. കമ്മ്യൂണിസ്റ്റുകാരായ നായന്മാരായിരുന്നു. വേലപ്പൻ മാമനുമായുള്ള ബന്ധം അവസാന കാലം വരെയും ഞാൻ തുടർന്നിരുന്നു. സ്കൂളിൽ ചേർക്കാനായി അപ്പൂപ്പൻ കൊണ്ടുചെന്നപ്പോൾ ചെലപ്പം പിള്ള സാറ് അപ്പൂപ്പനോട് ചോദിച്ചു, ദമരനായരെ കുട്ടിക്ക് പ്രായം തികഞ്ഞില്ലല്ലോ, അടുത്ത വർഷം പോരെ എന്ന് ചോദിച്ചു. എനിക്കപ്പോൾ 5.25 വയസ്സേ ആയിട്ടുള്ളൂ. 6 വയസ്സെന്ന് പറഞ്ഞാണ് സ്കൂളിൽ ചേർത്തത്. അന്നത്തെ കാലത്ത് LKG UKG നഴ്സറി അംഗൻവാടി അതൊന്നുമില്ല. ഒരു വളർന്നു കഴിഞ്ഞാൽ നേരെ കൊണ്ടുവന്ന് സ്കൂളിൽ 1ാം ക്ലാസ്സിൽ ചേർക്കുകയാണ് ചെയ്യുന്നത്. അപ്പൂപ്പൻ എന്തൊക്കെയോ പറഞ്ഞു, അഡ്മിഷൻ തരപ്പെടുത്തി. അച്ഛനില്ലാത്ത കുട്ടി എന്ന കൺസെഷൻ ചെല്ലപ്പൻപിള്ള സാർ പെൻഷനാകുന്നതുവരെയും എനിക്ക് തന്നിരുന്നു. മോശമല്ലാതെ സമ്പാദിച്ച് കൂട്ടിയിട്ടാണ് എൻ്റെ അച്ഛൻ ഒരു തുലാമാസ സന്ധ്യയ്ക്ക് മിന്നലിന് കീഴ്പ്പെട്ടത്. ഇപ്പോൾ തുലാമാസ സന്ധ്യയ്ക്കാണ് ഞാനിതൊക്കെ ചിന്തിച്ച് എഴുതുന്നത്. തിരുവനന്തപുരത്ത് കോരിച്ചൊരിയുന്ന മഴയും ഇടിയും മിന്നലും ഒക്കെ ഉണ്ട് എൻ്റെ കൺമുന്നിൽ ഞാനിത് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ. അച്ഛൻ മരിച്ചത് ഇതേപോലൊരു തുലാമാസ സന്ധ്യയിലായിരുന്നു. അച്ഛൻ മരിക്കുന്നത് വലിയശാല എന്ന സിറ്റിയിലെ ഒരു ഗ്രാമത്തിലെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വെച്ചാണ്, കുടുംബ വീട്ടിൽ വെച്ചാണ്. അച്ഛൻ്റെ സന്തത സഹചാരി ഒരു കുമരവിള്ള എന്ന് വിളിക്കുന്നത്, ഇങ്ങനെ കുമാരൻ നായിരുന്ന വല്ലതും ആയിരിക്കും, കുമരവിള്ള എന്നാണ് വിളിക്കുന്നത്. കുമരവിള്ള എന്ന മാമൻ ബസ് കയറി വെള്ളായണി ജംഗ്ഷനിലിറങ്ങി നടന്ന് വീട്ടിലെത്തി. വിവരം പറയുമ്പോഴേക്കും മണി ഏതാണ്ട് 7-8 അച്ഛൻ മരിച്ചു എന്നുള്ള വിവരം കുമാരൻ മാമൻ വന്നാണ് പറഞ്ഞത്. കുമരവിള്ള അക്കാലത്ത് ഞങ്ങളുടെ വീട്ടിലുള്ളവർ വിശേഷിച്ച് എവിടെയെങ്കിലും പോകണം എങ്കിൽ നേമൻ ടാക്സി സ്റ്റാൻഡിൽ ചെന്ന് കുഞ്ഞുഷൻ മാമൻ്റെ KLQ 2415 എന്ന് പറഞ്ഞ അംബാസഡർ ടാക്സി കാറിലാണ് യാത്ര. പട്ടാളത്തിൽ നിന്നും പെൻഷനായ ശേഷം സ്വന്തമായി കാറെടുത്ത് ടാക്സിയാക്കി ഓടിക്കുന്നതാണ് കുഞ്ഞുഷൻ മാമൻ. കറുപ്പും മഞ്ഞയും നിറമുള്ള പഴയ ടാക്സി. ആ കാറിനകത്ത് കയറുമ്പോൾ ഈ കുഞ്ഞുഷൻ മാമൻ രാവിലെ കത്തിച്ചതാകാം ഒരു പ്രത്യേക സുഖമുള്ള ചാമ്പ്രാണിയുടെ മണമാണ് ആ കാറിന്. ഇന്നും ആ മണം ഓർത്താൽ ഞാൻ അനുഭവിക്കും. സൗമ്യനായ, പതിയെ സംസാരിക്കുന്ന, പുഞ്ചിരിയോടെ സംസാരിക്കുന്ന, ചുണ്ടുകളിൽ ഒരു നാണത്തിൻ്റെ ലാഞ്ചനയുള്ള കുഞ്ഞുഷൻ മാമൻ. അച്ഛനില്ലാത്ത കുട്ടികൾ എന്ന കൺസെഷനിൽ എനിക്കും അനിയനും ഓരോ പ്രാവശ്യം സ്റ്റിയറിങ്ങിലെ ഹോണിൽ ഞെക്കാനുള്ള പെർമിഷൻ തരും. ഒരു പ്രാവശ്യം ഞാൻ അടിക്കും, ഒരു പ്രാവശ്യം എൻ്റെ അനിയൻ അടിക്കും ഹോണ്. അങ്ങനെ കുഞ്ഞുഷൻ മാമൻ്റെ കാറ് വന്നു. ആർത്ത് വിളിച്ചുകൊണ്ട് അമ്മയും അമ്മയുടെ അച്ഛനും അമ്മയുടെ സഹോദരനും ആരൊക്കെയോ കയറി ഞങ്ങളെ രണ്ടുപേരെയും കൂടെ കയറ്റി. എനിക്ക് 3.5 വയസ്സും അനിയൻ 2.5 വയസ്സുമാണ്. വലിയശാലയിലെ അച്ഛൻ്റെ വീട്ടിൽ ചെന്നിറങ്ങുമ്പോൾ കോരിച്ചൊരിയുന്ന മഴയാണ്, കറണ്ടില്ല, മൊത്തം ഇരുണ്ട് കിടക്കുക. എന്നെ അമ്മയുടെ മൂത്ത ജ്യേഷ്ഠൻ, അമ്മയുടെ സഹോദരൻ, മൂത്ത മാമൻ, അയ്യപ്പൻ എന്നാണ് പേര്, അയ്യപ്പൻ മാമൻ എന്നെ എടുത്തു. ശങ്കരനെ, അനിയനെ മണിയൻ മാമൻ എടുത്തു. അമ്മയെ അപ്പൂപ്പൻ പിടിച്ചു. ഏറയത്തേക്ക് കൊണ്ട് കയറുമ്പോൾ അപ്പുറം ഇപ്പുറം ഇരിക്കുന്ന കാലിലും തലയ്ക്കലും ഇരിക്കുന്ന, തലയ്ക്കലും കാലിലും ഇരിക്കുന്ന നിലവിളക്കിൻ്റെ വെളിച്ചത്തിൽ പട്ട് മൂടി പുതച്ച് ഉറങ്ങുന്ന പോലെ കിടക്കുന്ന അച്ഛനെ കണ്ടപ്പോൾ
ഇപ്പോൾ ഞാൻ ആലോചിക്കുമ്പോൾ എനിക്ക് വയലാർ എഴുതിയ ആത്മാവിലൊരു ചിത, അച്ഛൻ ഉറങ്ങിക്കിടക്കുന്നു നിശ്ചലം എന്നുള്ള കവിത കേൾക്കുമ്പോഴൊക്കെ എനിക്ക് എൻ്റെ അച്ഛൻ്റെ മുഖം ഓർമ്മ വരും. 3.5 വയസ്സിൽ കണ്ടതാണ്, പക്ഷേ എൻ്റെ മനസ്സിലുണ്ട് ആ ചിത്രം. പക്ഷേ കറണ്ടില്ലായ്മയും കോരിച്ചൊരിയുന്ന മഴയും ആരൊക്കെയോ കരയുന്നതിൻ്റെ ശബ്ദവും എല്ലാം കൂടെ കേട്ടപ്പോൾ ഞാനും ശങ്കരനും പേടിച്ചുപോയി. ഞങ്ങൾ രണ്ടുപേരും നിർത്താതെ നിലവിളിച്ചു, എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകണമെന്നുള്ള രീതിയിൽ. പക്ഷേ പോകാൻ പറ്റില്ല, ചടങ്ങുകൾ കഴിയാതെ. അച്ഛനെ പറ്റി ആലോചിക്കുമ്പോൾ ഇപ്പോഴും എനിക്ക് ആ രംഗം ഓർമ്മ വരും. ഇനി പേടിപ്പെടുത്തുന്ന രംഗമാണ്. കാരണം ഈ നിലവിളക്കിൻ്റെ വെളിച്ചത്തിൽ പട്ടിൽ പൊതിഞ്ഞു കിടക്കുന്ന അച്ഛൻ്റെ മുഖം ജീവിതത്തിൽ എനിക്ക് മറക്കാൻ കഴിയാത്തതാണ്. അച്ഛൻ മരിച്ചതോടെ അച്ഛൻ വാങ്ങിത്തന്ന ശാന്തിവിളയിലെ വീട്ടിൽ സ്ഥിരതാമസമാക്കി ഞങ്ങൾ. 27.5 സെൻറ്റ് സ്ഥലവും 7 മുറികളും അടുക്കളയും ഇറയവും വർക്കേരിയും ഒക്കെയുള്ള തട്ടടിച്ച നല്ല ഓടുന്ന വീടായിരുന്നു. ആ വഴിയിൽ, ആ കരടിയോട് ഇടവഴി എന്നാണ് പറയാറ്, ആ ഇടവഴിയിൽ ആദ്യമായി ഓടിട്ട ഒരു വീട് വന്നത് ഞങ്ങളുടേതായിരുന്നു. കറണ്ട് എടുത്ത അല്ലെങ്കിൽ എലക്ട്രിസിറ്റി വലിച്ച 5 6 പോസ്റ്റിട്ടൊക്കെയാണ് കറണ്ട് കൊണ്ടുവന്നത്. ആദ്യത്തെ ആ ഇടവഴിയിൽ ആദ്യത്തെ വീടും ഞങ്ങളുടേതായിരുന്നു. റേഡിയോ ഉള്ള ഏക വീടും എൻ്റേതായിരുന്നു. എൻ്റെ വലിയമ്മയെ, അമ്മയുടെ ജ്യേഷ്ഠത്തിയെ, ഒരു പട്ടാള സുബേദാറാണ് വിവാഹം കഴിച്ചത്. അവർക്ക് 2 പെൺമക്കൾ. ബാക്കി അമ്മയുടെ കൂടെയുള്ള 4 മക്കളും അപ്പൂപ്പനും അമ്മുമ്മയും ഞങ്ങൾ, അനിയനും ജ്യേഷ്ഠനും, പിന്നെ അമ്മ. ഇത്രയും പേര് ഒന്നിച്ച് കഴിഞ്ഞ വീടായിരുന്നു ശാന്തിവിളയിലെ. എല്ലാ ചിലവുകളും അമ്മയുടെ വരുമാനത്തിലായിരുന്നു. കാട്ടിൽ നിന്ന് ഫോറസ്റ്റുകാർ മുറിച്ച് വിൽക്കുന്ന വലിയ തടികൾ, വിറകിനുള്ള തടികൾ, ഒരു ലോഡ് അമ്മ ഇറക്കുമായിരുന്നു. ആളുകളെ വെച്ച് കീറി അടുക്കി അത് തൂക്കി വിൽക്കുമായിരുന്നു. തേങ്ങ വാങ്ങിക്കൂട്ടി ചില്ലറയ്ക്കായി വിൽക്കുക, ചാക്കുംപടി അരിയെടുത്ത് അളന്ന് വിൽക്കുക, പിത്തളയിലൊക്കെയുള്ള ബ്രാസിലൊക്കെയുള്ള വലിയ പാത്രങ്ങൾ പണയം വാങ്ങുക, ചെറിയ ചെറിയ സ്വർണ്ണാഭരണങ്ങൾ ഈട് വാങ്ങിക്കൊണ്ട് കാശ് പലിശയ്ക്ക് കൊടുക്കുക. ഇതൊക്കെയായിരുന്നു ഞങ്ങളെ മാത്രമല്ല അമ്മയുടെ കുടുംബത്തെയും പോറ്റാനായി അമ്മ കണ്ട ഏക വരുമാന മാർഗം. മറന്നു. ഇപ്പോൾ ഏതെങ്കിലും ഒരു വിളയിൽ, ആ വിളയിലുള്ള 25 തെങ്ങ് ഒറ്റയ്ക്ക് കൊടുക്കാനുണ്ട് എന്ന് വന്ന് പറഞ്ഞാൽ അമ്മ ആ 25 തെങ്ങും ഒറ്റയ്ക്ക് വാങ്ങുമായിരുന്നു, ഒരു തുക കൊടുത്തിട്ട്. അവർക്ക് എന്തെങ്കിലും വലിയൊരു അത്യാവശ്യത്തിനായിരിക്കും. ഒരു തെങ്ങിന് അന്നത്തെ കാലത്ത് 100 രൂപയോ 50 രൂപയോ എന്തോ വെച്ച് കൊടുക്കും. അപ്പോൾ 25 തെങ്ങിനാകുമ്പോൾ ഒരു വലിയ തുകയായില്ലേ. എന്നിട്ട് അവിടെ പോയി മാസം ഞങ്ങൾ തേങ്ങ വെട്ടിയെടുക്കുമായിരുന്നു. ആ തേങ്ങയും വിൽക്കാനാണ്. ഒരു അനുജത്തെയും അനുജനെയും വിവാഹത്തിൻ്റെ എല്ലാ ചിലവും മുടക്കി വിവാഹം നടത്തി കൊടുത്തത് അമ്മയായിരുന്നു. എല്ലാം ഞങ്ങൾ തിന്നേണ്ട കാശാണ്. അമ്മയുടെ പണപ്പെട്ടിയിൽ നിന്നും അമ്മ അറിയാതെ രൂപ മോഷ്ടിച്ച് പഠിക്കാൻ സ്കൂളിൽ പോകുന്ന ബുക്കിനകത്ത് വെച്ച് സ്കൂളിൽ കൊണ്ടുപോയി കൂട്ടുകാരികൾക്ക് യഥേഷ്ടം എൻ്റെ ഇളയ കുഞ്ഞമ്മ ഐസ്ക്രീമും കടലമിഠായിയും ആനപ്പൊളിഞ്ചിക്കയും കാരയ്ക്ക ഉപ്പിലിട്ടതും ഒക്കെ വാങ്ങിക്കൊടുക്കുമായിരുന്നു. ഞാൻ ആദ്യമായി ഐസ്ക്രീമിൻ്റെ രുചി നുണഞ്ഞത് ഈ പറഞ്ഞ കുഞ്ഞമ്മ അമ്മേരിയിൽ നിന്ന് അടിച്ചു മാറ്റുന്ന പൈസയിൽ നിന്ന് എനിക്ക് വാങ്ങിത്തന്നാണ്. സ്കൂളിൽ പോകുമ്പോൾ കുഞ്ഞമ്മയുടെ കൂടെയാണ് സ്കൂളിൽ പോണത്. അപ്പോൾ ഈ ഐസ്ക്രീം വാങ്ങിച്ചു തരും. ഒരു 4-5 കൂട്ടുകാരികൾ കാണും, അവർക്കും വാങ്ങിച്ചു കൊടുക്കും. കാരണം ഛേദമില്ലല്ലോ. അക്കച്ചി എന്നാണ് ഇവരെല്ലാം വിളിക്കണത്. ചേച്ചിയുടെ പൈസ എടുത്താണ് ഇതൊക്കെ ചെയ്തിരുന്നത്. മറുവശത്ത് ഇളയ മാമൻ ദിവസപ്പിരിവ് എന്ന കലാപരിപാടി തുടങ്ങി. ഒരു സൈക്കിളും ഒരു ബാഗും ഒക്കെ ആയിട്ട് വൈകുന്നേരം ആകുമ്പോൾ സന്ധ്യ ആകുമ്പോൾ കടകൾ തോറും ചെന്ന് പൈസ കൊടുത്തിരിക്കുന്നതിന് ദിവസം ഇത്ര രൂപ വെച്ച് തിരിച്ചു തരണം. അത് തുടങ്ങി. അന്നത്തെ കാലത്ത് മാമൻ 1000 തൊലച്ചു അമ്മയുടെ. അതിൻ്റെ കുറ്റബോധമാകണം എല്ലാവരും ഇട്ടെറിഞ്ഞു പോയപ്പോഴും ഈ മാമൻ ഞങ്ങളെ വിട്ടു പോയില്ല. അതിനാൽ ഞാനിപ്പോഴും ജീവിച്ചിരിക്കുന്നു എന്ന് പറയാം. അമ്മയും അനിയനും പോയല്ല. മാമനും കുഞ്ഞമ്മയും വിവാഹിതരായതോടെ അമ്മുമ്മ ആദ്യം വലിഞ്ഞു വല്യമ്മയുടെ വീട്ടിലേക്ക്. പിന്നാലെ ഇളയ കുഞ്ഞമ്മയും അങ്ങോട്ട് പോയി. അത് കഴിഞ്ഞപ്പോൾ പതുക്കെ അപ്പൂപ്പനും പോയി. എല്ലാം പൊളിഞ്ഞു. ഒരു നേരത്തെ വയറ് നിറച്ചുള്ള ഭക്ഷണം. നാളെ ദീപാവലിയാണ്. ഇത് ചിത്രീകരിക്കുന്നതിൻ്റെ പിറ്റേ ദിവസം ദീപാവലിയാണ്. ഞങ്ങളുടെ വയറ് നിറയുന്ന ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് ദീപാവലിക്കോ ഓണത്തിനോ മാത്രമായി. ശാന്തിവിളയിലെ പലവ്യഞ്ജന കടയിൽ ചെന്ന്, കോപ്പറേറ്റീവ് കട എന്നാണ് പറയാറ്, അവിടെ ചെന്ന് സാമീര കടയിൽ ചെന്ന് 25 പൈസയുടെ ഉഴുന്ന് വാങ്ങി 1 നാഴി അരി, റേഷൻ അരി ഇട്ട്
ആട്ടുകല്ലിൽ അമ്മ തന്നെ അരച്ച് ഉണ്ടാക്കുന്ന ദോശയും തേങ്ങ വാങ്ങാൻ നിവൃത്തിയില്ലാത്തതിനാൽ തേങ്ങയില്ലാതെ അമ്മ ഉണ്ടാക്കിയ ഉരുളക്കിഴങ്ങും ഉള്ളിയും കൊണ്ടുണ്ടാക്കുന്ന കൂട്ടുകറിയും കഴിച്ചതുപോലെ സ്വാദിഷ്ടമായ ദീപാവലി കാലത്തെ പ്രഭാത ഭക്ഷണം പിന്നെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കഴിച്ചിട്ടേയില്ല. ഇനി സിന്ധു പിണങ്ങിയാലേ ശരി, ആ രുചിയുള്ള ഭക്ഷണം ഞാൻ കഴിച്ചിട്ടില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, 100 കണക്കിന് തെങ്ങ് പാട്ടത്തിന് വാങ്ങി അതിലെ തേങ്ങ വെട്ടിക്കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുവന്ന് ഇട്ടിട്ട് അതിനെ ഒരു തേങ്ങയ്ക്കോ 2 തേങ്ങയ്ക്കോ വരുന്നവർക്ക് വിറ്റിരുന്ന വീട്ടിൽ കറിക്കൊരു തേങ്ങയില്ലാത്ത അവസ്ഥയിലേക്ക് പോയി. അല്ലെങ്കിൽ പ്രാവശ്യമ്പലത്ത് ചന്തയിൽ ചെന്നാൽ 5 പൈസ കൊടുത്താൽ ഒരു പൂള് തേങ്ങ കിട്ടും. ഒരു മുറി തേങ്ങയിൽ 4-5 പൂളായിട്ട് അതിന് ഡിവൈഡ് ചെയ്യും. അതിൻ്റെ ഒരു പൂളിന് 5 പൈസ കൊടുത്താൽ മതി. അത് വാങ്ങാൻ നിവൃത്തിയില്ലാത്ത അവസ്ഥയിലേക്ക് പോയതുകൊണ്ടാണ് അമ്മ തേങ്ങയില്ലാതെ കൂട്ടുകറി ഉണ്ടാക്കി ഇഡ്ഡലിയുടെ കൂടെ വയറ് നിറച്ച് കഴിക്കാൻ തരുമായിരുന്നു. നേമം ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ 1 മണിക്ക് സ്കൂൾ വിടും, പിന്നെ 2 മണിക്കല്ലേ തുറങ്ങും. ഊണ് കഴിക്കാനായിട്ട് വിടുന്നതാണ്. ബെല്ലടിച്ചാൽ അപ്പം തന്നെ ഞാൻ നേമത്ത് നിന്ന് വീടിനടുത്തുള്ള നെടുങ്കുളം വരെ നട്ടുച്ചയ്ക്ക് നടന്നിട്ട് തിരികെ സ്കൂളിലെത്തുമ്പോൾ മണി 2 ആകും. ഈ വെയിലത്ത് നടന്ന് വീട്ടിൽ പോകാതെ ചോറോ കാപ്പിയോ കൊണ്ടുവരാത്തതെന്താ എന്ന് കൂട്ടുകാർ ചോദിക്കുമ്പോൾ തണുത്ത ആഹാരം കഴിക്കുന്നത് എനിക്കിഷ്ടമല്ല, ചൂടോടെ കഴിക്കണമെന്ന് അവരുടെ കള്ളം പറയുമായിരുന്നു. അതിന് വേണ്ടിയാണ് ഈ വെയിലത്ത് പോകണതെന്നാണ് ഞാൻ പറയണത്. കുളത്തിൻ്റെ കരയാണ് പോയി നിൽക്കണേ. വീട്ടിനടുത്ത് ആരെങ്കിലും മരിച്ചിരുന്നെങ്കിൽ സഞ്ചയനത്തിന് 3 ഇഡ്ഡലിയും 1 ഉഴുന്നുവടയും 1 പഴവും ചായയും കിട്ടിയനെ എന്ന് ഒരുപാട് ആശിച്ച ബാല്യമാണ് എൻ്റെ. എന്തിനാ ഒളിച്ചു വയ്ക്കണമല്ലേ? ഒരു സഞ്ചയനത്തിന് പോയെങ്കിൽ 3 ഇഡ്ഡലിയും 1 ഉഴുന്നുവടയും ചമ്മന്തിയും സാമ്പാറും ചായയും കിട്ടുമായിരുന്നു എന്ന് ആഗ്രഹിച്ച കുട്ടിക്കാലം ഉണ്ടായിരുന്നു എനിക്ക്. പലിശയ്ക്ക് കൊടുത്ത് ആവശ്യത്തിലധികം കാശ് സമ്പാദിക്കുന്നു എന്ന് ആരോ കൊടുത്ത പരാതിയിൽ വീട്ടിൽ റെയ്ഡ് നടത്തിയ പോലീസുകാർ ഒന്നും കിട്ടാതെ വന്നപ്പോൾ 10 പഴകിയ തേങ്ങകൾ വീതം വേണം അമ്മാവ എന്ന് അപ്പൂപ്പനോട് പറഞ്ഞു. അതിനെന്താ ഉള്ളേ എന്ന് ഇരുത്തിയിട്ട് 8 പോലീസുകാരാണ് വന്നത്, ഒരു എസ്.ഐയും ബാക്കി 7 പോലീസുകാരും. ആ 8 പേർക്കും 10 തേങ്ങ വീതം 80 തേങ്ങ 8 പേർക്ക് കൈക്കൂലി കൊടുത്ത വീട്ടിലാണ് 1 മുറി തേങ്ങ അരയ്ക്കാനില്ലാതെ വിഷമിച്ച കാലം വന്നത്. പോലീസ് വരുന്നതിന് അരമണിക്കൂർ മുമ്പ് പണയം വാങ്ങി വച്ചിരുന്ന സ്വർണമെല്ലാം ബാങ്കിലേക്ക് കൊണ്ടുപോയി അമ്മ കൊടുത്തത് കാരണം, പണയം വെച്ചത് കാരണം റെയ്ഡിൽ പിടിക്കാൻ പറ്റാത്തതാൽ ഒരു അരമണിക്കൂർ മുമ്പ് വന്നിരുന്നെങ്കിൽ എല്ലാ സ്വർണവും പോയെന്നെ. റേഷൻ വാങ്ങാൻ ഒരു 10-15 രൂപ അക്കൻ എന്ന് പറയുന്നത് വലിയമ്മയെ പറയുന്നതാണ്, ചേച്ചിയെ പറയുന്നതാണ് ഞങ്ങളെ നാടൻ ഭാഷയിൽ അക്കനെന്ന്. 10-15 രൂപ അക്കൻ തന്നാലോ എന്ന ആഗ്രഹത്തിൽ മലയൻകീഴിനടുത്ത് മച്ചേൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് താമസിക്കുന്ന വലിയമ്മയുടെ വീട്ടിലേക്ക് ഒരു നാൾ അമ്മ പോയി. അമ്മ പോകാൻ ഇറങ്ങിയപ്പോൾ ഞാൻ ചോദിച്ചു, അമ്മ ബസ്സിന് പൈസയൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. അല്ല തിരിച്ചു വരാനും ഉണ്ടോ എന്ന് ചോദിച്ചു. തിരിച്ചു വരാൻ എന്തിനാ കാശ്? അക്ക അവിടെ കാണൂലേ, അക്കൻ തരും ബസ്സിന് പൈസ. ഞാൻ കേട്ടു വലിയമ്മ വീട്ടിലില്ലെങ്കിൽ അമ്മ എങ്ങനെ വരും എന്ന് കേട്ടു. ഇവൻ്റെ കാര്യം നാക്കെടുത്താൽ ഇവൻ കുരുത്തം കെട്ട വർത്താനേ പറയുള്ളൂ, നെഗറ്റീവായിട്ട് ഞാൻ സംസാരിക്കുന്നതാണ് മരിക്കുന്നവരെ അമ്മ പറയുന്നത്. ഞാൻ പ്രാക്ടിക്കലായിട്ട് ചോദിച്ചതാണ്. അമ്മ വഴക്കം പറഞ്ഞിട്ട് മച്ചയിലേക്ക് പോയി. ഒരു 15 രൂപ കിട്ടിയാൽ ഒരാഴ്ചത്തെ റേഷൻ വാങ്ങിക്കാമല്ലോ എന്ന് വിചാരിച്ചു. അവിടെ ചെന്നപ്പോൾ വലിയമ്മയില്ല. വലിയമ്മ ചേച്ചിയുടെ വീട്ടിലെന്തോ പോയി. 6 മണി വരെ അമ്മ കാത്തിരുന്നു, വലിയമ്മ വന്നില്ല. അമ്മ ചെറുപ്പമാണേ, 10-12 കിലോമീറ്റർ ഉണ്ട് മച്ചയിൽ നിന്ന് ശാന്തിവിള എത്താൻ. റോഡേ കരഞ്ഞുകൊണ്ട്, രാത്രിയായതുകൊണ്ട് ആരും കാണൂല്ലോ, റോഡേ കരഞ്ഞുകൊണ്ട് മുഖം ചീർത്ത് രാത്രി 10 മണിയൊക്കെ ആവാറായപ്പോൾ അമ്മ തിരിച്ച് വീട്ടിലെത്തി. തിരിച്ചു വരാനുള്ള ബസ്സിൻ്റെ പൈസ പോലും അമ്മയിൽ ഇല്ലായിരുന്നു. ഞങ്ങളെ 2 പേരെയും വളർത്താനായിട്ട് എൻ്റെ അമ്മ അനുഭവിച്ച സ്ട്രഗിൾ എനിക്ക് മറക്കാനാവില്ല. ഫോട്ടോയ്ക്ക് പിന്നിൽ പറയണമെങ്കിൽ ഇത്രയും ആമുഖമായി പറയണം എന്നതിനാലാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. സമ്പന്നമായ ജീവിതം നയിക്കുന്ന അമ്മയ്ക്ക് ഞങ്ങളോളം അല്ലെങ്കിൽ ഞങ്ങളെക്കാൾ മേളിൽ സ്നേഹമായിരുന്നു വലിയമ്മയുടെ 2 പെൺമക്കളെയും, പ്രത്യേകിച്ച് മൂത്ത ചേച്ചിയെ. അമ്മ പ്രസവിച്ചില്ല എന്നേ ഉള്ളൂ, അത്ര സ്നേഹമായിരുന്നു. ഒരു വെക്കേഷൻ കാലത്ത് അമ്മ മച്ചയിൽ പോയി 2 പേരെയും കൂട്ടിയിട്ട് വന്നു, വലിയമ്മയുടെ മക്കളെ. ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാം എന്ന് തീരുമാനിച്ചു. ഈ ഫോട്ടോയിൽ, നിങ്ങൾ കാണുന്ന ഈ ഫോട്ടോയിൽ ഇടത്തെ അറ്റം നിൽക്കുന്നത് എൻ്റെ അമ്മയുടെ എല്ലാത്തിലും ഇളയ അനിയത്തിയാണ്, എൻ്റെ കുഞ്ഞമ്മയാണ്. നേരത്തെ പറഞ്ഞ പൈസ മോഷ്ടിക്കുന്ന
കക്ഷി. ഐസ് കുടിക്കാനായിട്ട് ഞാൻ പറഞ്ഞല്ലോ. നിങ്ങൾ ആ മുഖത്തിലേക്കൊന്ന് ശ്രദ്ധിച്ച് നോക്കൂ. കടന്ത കുത്തിയതുപോലെ ഇരിക്കുന്നതിൻ്റെ കാരണം അമ്മയും മൂത്ത കുഞ്ഞമ്മയ്ക്കും വലിയമ്മയുടെ 2 പെൺമക്കൾക്കും അമ്മ നൽകിയ സ്വർണ്ണമാലകൾ ഫോട്ടോ എടുക്കാനായിട്ടേ അമ്മ സ്വർണ്ണമാലകളെല്ലാം എടുത്തു കൊടുത്തു, അവർക്കെല്ലാം ഇടാൻ വളയും ഒക്കെ കൊടുത്തു. ഏറ്റവും ഇളയ ഈ കുഞ്ഞമ്മയ്ക്ക് ഒരു മാല മാത്രം നൽകിയതിൻ്റെ ഗർവമാണ് ആ മുഖത്തെ ഗൗരവം. പുറകിൽ നിൽക്കുന്ന ആളാണ്, ആ നെടുനിറ നിൽക്കുന്ന ആളാണ് ഞങ്ങളെ ചാകാതെ രക്ഷിച്ച എൻ്റെ ഇളയ മാമൻ. അമ്മയുടെ മടിയിലിരിക്കുന്നവൻ വണ്ട് മുറുക്കിയിരിക്കുന്നുണ്ട്, ഒരു ചട്ടമ്പിയെ പോലെ. ആ ഇരിക്കുന്നവനാണ് പിന്നെ ഗജപോക്രിയായി മാറിയ എൻ്റെ അനുജൻ. വലത്തെ അറ്റം നിൽക്കുന്ന വായി നോക്കിയാണ് ഞാൻ, ശാന്തിപിള്ള ദിനേശ്. ഞാനും അനുജനും കരിപ്പൊട്ടൊക്കെ ഉണ്ട്, ഗോപി പൊട്ടൊക്കെ ഇട്ട് ആണ് അതിലിരിക്കുന്നത്, കാണാമല്ലോ. മാത്രമല്ല, കരി മാത്രമല്ല, 2 കൈകളിലും സ്വർണ്ണവളകളും 2 കാലുകളിലും സ്വർണ്ണ തളകളും കഴുത്തിൽ മാലയും വിരലുകളിൽ മോതിരവും ഒക്കെ ഉണ്ടായിരുന്നു. ആ ഫോട്ടോയിലുണ്ട്. ഇതൊക്കെ ഇട്ടാണ് ഞാൻ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത്. സ്വർണ്ണ വളയും സ്വർണ്ണ തളയും ഇട്ടാണ് സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത്. 5ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞപ്പോൾ ഇതെല്ലാം നഷ്ടമായി, വയറ് നിറച്ച് ഭക്ഷണം പോലും ഇല്ലാതായി. ഈ ഫോട്ടോയിലുള്ള 8 പേരിൽ പകുതി പേർ ഈ ലോകം വിട്ടുപോയി. അമ്മ, മൂത്ത കുഞ്ഞമ്മ, മാമൻ, പിന്നെ എൻ്റെ അനുജനും. അവൻ ആത്മഹത്യ ചെയ്തതാണ് എന്ന് ഞാനൊരിക്കലും നമ്മുടെ ചാനലിൽ മറച്ചു വച്ചിട്ടില്ല. ഏതോ ഒരു ദ്രോഹി പറഞ്ഞു അവൻ്റെ ഭാര്യയുമായിട്ട് എനിക്കെന്തോ വഴിവിട്ട ബന്ധമുള്ളതുകൊണ്ടാണ് അവൻ ആത്മഹത്യ ചെയ്തത്. അവൻ്റെ നാക്ക് പുഴുക്കും എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അവൻ വഴിതെറ്റിപ്പോയി, അതാണ് പ്രശ്നം. KSRTC ഡ്രൈവറായിരുന്നു. മദ്യം കഴിച്ച് ജീവിതത്തെ നശിപ്പിച്ചപ്പോൾ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഇനി പെൻഷനായാൽ കണ്ണിന് കാഴ്ച കുറയുന്നു, ഒരുപാട് പ്രശ്നങ്ങൾ വന്നപ്പോൾ അവൻ സ്വയം ചെയ്തതാണ്. അല്ലാതെ ഒരു ദ്രോഹവും ആരും അവനോട് ചെയ്തിട്ടില്ല. അവൻ ചെയ്തതുപോലെ ദ്രോഹം ഞങ്ങളുടെ കുടുംബത്തിൽ ആരും ചെയ്തിട്ടുമില്ല. എന്നാലും അവനെ ഞങ്ങൾക്കെല്ലാം ഇഷ്ടമായിരുന്നു. അന്നദാതാവായ അതിൽ നിൽക്കുന്ന വെള്ള ഉടുപ്പിട്ട ഹൈറ്റിൽ നിൽക്കുന്നതാണല്ലോ എൻ്റെ ഇളയ മാമൻ. തലസ്ഥാനത്തെ MP തിയേറ്ററിലായിരുന്നു ജോലി. നായന്മാരെല്ലാം കൂടെ ചേർന്ന് NDP എന്ന് പറഞ്ഞൊരു പാർട്ടി ഉണ്ടാക്കിയില്ല. ആ പാർട്ടിയുടെ തിരുവനന്തപുരം ഈസ്റ്റിലെ MLA ആയിരുന്നു MP നാരായണൻ നായർ. അദ്ദേഹത്തിൻ്റെ വകയാണ് ഈ MP തിയേറ്റർ. നമ്മുടെ യുവ തിരക്കഥാകൃത്ത് ശങ്കർ രാമകൃഷ്ണൻ്റെ അമ്മയുടെ അച്ഛനാണ് MP നാരായണൻ നായർ. ശങ്കർ രാമകൃഷ്ണൻ്റെ അച്ഛൻ രാമകൃഷ്ണൻ ഡോക്ടറായിരുന്നു. നല്ല മനുഷ്യനായിരുന്നു. ഒരു ഡോക്ടറോ ഭാരമൊന്നും ഇല്ലാത്ത മാന്യനായ മനുഷ്യനായിരുന്നു. എന്ത് കാരണം കൊണ്ടെന്നറിയില്ല അദ്ദേഹം ആത്മഹത്യ ചെയ്തു. തിയേറ്റർ സെക്കൻഡ് ഷോ വിട്ടാൽ സൈക്കിളിൽ മാമനും ഞങ്ങളുടെ നാട്ടുകാരനായ ദേവപാലൻ എന്നു പേരുള്ള ഒരാളും കൂടി പാതിരാത്രി കഴിഞ്ഞ് സൈക്കിൾ ചവിട്ടി ശാന്തിവിളയിലെത്തും. ഞങ്ങളുടെ വീടും കഴിഞ്ഞു പോകണം ദേവപാലൻ മാമൻ്റെ വീട്ടിലേക്ക്. ശാന്തിവിളയിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്ന താലൂക്ക് ആശുപത്രിയായ നിയമ സർക്കാർ ആശുപത്രിയിലെ ഡോക്ടർമാരും നേഴ്സുമാരും കൈക്കൂലിയിൽ ഡിഗ്രി എടുത്തവർ ആയിരുന്നു അക്കാലത്ത്. ഇതിനെതിരെ ആശുപത്രിക്ക് മുന്നിൽ ഒരു സമരപ്പന്തൽ ഉയർന്നു. YVC എന്ന് പറഞ്ഞ ഒരു സംഘടനയുടെ പേരിലാണ് സമരപ്പന്തൽ ഉയർന്നത്. കൈക്കൂലിക്കാരായ ഡോക്ടറോ നേഴ്സോ നടന്നു വന്നാൽ പന്തലിൻ്റെ അടുത്തെത്തുമ്പോൾ മണിയെടുത്ത് വെച്ച് അടിക്കും. കിളികിലാന്ന് മണിയെടുത്ത് അടിക്കും. അപ്പോൾ ആളുകളെല്ലാം നോക്കുമല്ലോ, ഇതാ കൈക്കൂലി പാവി ഇതാ പോകണം, ഇതാണ് സമരരീതി. അപ്പോൾ ഈ ഡോക്ടറും നേഴ്സും ഒക്കെ ചമ്മുമായിരുന്നു. അധികം ആരോടും മിണ്ടാത്ത ഒരാളാണ് സമര നേതാവ്. എവിടുന്ന് വന്നെന്നോ എന്താണ് പേരെന്നോ ഒന്നും എനിക്കറിയില്ല. മസിൽ പിടിച്ച് നിൽക്കും. ഒരു ചെറുപ്പക്കാരൻ, വാ നിറച്ച് മീശയൊക്കെയുള്ള. അധികം വർത്തമാനം ആരോടും പറയില്ല. ഓർഡർ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ, അത് ചെയ് ഇത് ചെയ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കൂടെ ശാന്തിവിളക്കാരല്ലാത്ത കുറേ ചെറുപ്പക്കാരും. ഈ മണിയടി എന്നെ നന്നായിട്ട് ആകർഷിച്ചു. സ്കൂളിൽ പോകുമ്പോഴും മടങ്ങി വരുമ്പോഴും, നിയമം സ്കൂളിൽ പോയിട്ട് തിരിച്ചു വരുമ്പോഴും അങ്ങോട്ട് പോകുമ്പോഴും ഈ സമരപന്തലിൽ കയറിയിരിക്കും ഞാൻ. എന്നിട്ട് ആരെങ്കിലും പോകുമ്പോൾ ആരെങ്കിലും ഇങ്ങനെ തൊട്ട് വരും. അപ്പോൾ ഞാൻ എടുത്ത് വെച്ച് മണിയടിക്കുമായിരുന്നു. അത്തരം പരിപാടികളൊന്നും വേണ്ട, അതൊക്കെ മതിയാക്കിയിരേ എന്ന് കർശന നിർദ്ദേശം എൻ്റെ മാമൻ തന്നു. എന്നാലും പാത്തും പതുങ്ങിയൊക്കെ അവിടെ പോകുമായിരുന്നു ഞാൻ. ഒരു നാൾ പാതിരാത്രി മാമനും കൂടെയുള്ള ആളും തിയേറ്ററിലെ ഷോ കഴിഞ്ഞ് സൈക്കിളിൽ മടങ്ങി വരുമ്പോൾ സമരപ്പന്തലിൽ ഉണ്ടായിരുന്ന ചെറുപ്പക്കാരുമായിട്ട് വഴക്കിടേണ്ടി വന്നു.
റോഡിൻ്റെ നടുവിൽ നിന്ന സമരക്കാർ സൈക്കിളിന് വഴി കൊടുത്തില്ല. ഇതാണ് പ്രശ്നം. വർത്തമാനം വാക്ക് തർക്കമായി മാറി, ഉന്തും തള്ളുമായി. ആജാനബാഹുവായ ഒരു ദളിത് പയ്യൻ സൈക്കിളിൽ കാലുകുത്തി നിന്ന മാമൻ്റെ കൂടെയുള്ള മറ്റേ ദേവപാലൻ എന്ന് പറഞ്ഞ ആ മാമനെ ആഞ്ഞ് തള്ളി. നിലത്തേക്ക് ചാടിയ ആ മനുഷ്യൻ എന്താ പറയുക, ഇയാളുടെ മുഖമടക്കി ഒരൊറ്റ അടിയടിച്ചു കൊടുത്തു. അടിയടിച്ചു കൊടുത്തിട്ട് അയാളെ ആരോഗ്യപരമായി നേരിടാനുള്ള അത്രയും കരുത്തൊന്നും ഈ ദേവപാലൻ എന്ന് പറഞ്ഞ ആളിനില്ല. അത്രയും മസിലുള്ള ചെറുപ്പക്കാരനായിരുന്നു. കൂലിപ്പണി എന്തോ ആണ്. ദേവപാലൻ എന്ന് പറഞ്ഞ ആൾ ശാന്തിയുള്ള ആശുപത്രിയുടെയും സ്കൂളിൻ്റെയും നടുക്കൂടിയുള്ള ഇടവഴിയെ ഓടി. അതൊരു കുളത്തിൽ പോയി അവസാനിക്കുന്നതാണ്. ഈ തടിയൻ കൂടെ ഓടി. അവന് ഓടി, രണ്ടുപേരും ഓടുന്നതിനിടയിൽ ചവിട്ടി തള്ളിയിട്ട സൈക്കിളും എടുത്തുകൊണ്ട് മാമൻ വീട്ടിലേക്കും പോന്നു. പിന്നാലെ കുത്തിയാൾ അല്ല, ഈ ഓടിയ ആൾ എങ്ങോട്ടെങ്കിലും പോയിരിക്കാം. വന്ന് കയറിയ ഉടനെ മാമൻ എന്തോ ഒരു സംശയം തോന്നിയാണ് വന്നതെന്ന് തോന്നുന്നു. പതിവില്ലാതെ മാമൻ ഇട്ടുകൊണ്ട് വന്ന ഷർട്ടും പാൻറ്റും ഒക്കെ അഴിച്ചു മാറ്റി ബക്കറ്റിൽ വാഷിംഗ് പൗഡറിൻ്റെ, അന്ന് സർഫാണല്ലോ, സർഫിൻ്റെ പൊടിയിട്ട് പതച്ച് മുക്കി വെച്ചു. പതിവില്ലാത്ത കാഴ്ച കണ്ട അമ്മ കാര്യം തിരക്കി. മാമൻ കഥ പറഞ്ഞു, സംഭവം നടന്നത് എന്താണെന്ന് പറഞ്ഞു. മാമൻ തെറ്റൊന്നും ചെയ്തില്ലെങ്കിലും അമ്മ പേടിച്ച് കരഞ്ഞു. അപ്പോഴാണ് മാമൻ ഒരു പ്രശ്നം ആലോചിക്കുന്നത്. ഉന്തിലും തള്ളലിനുമിടയിൽ മാമൻ്റെ ചെരുപ്പുകൾ ആശുപത്രിക്ക് മുന്നിൽ എവിടെയോ വീണു. നാളെ ഈ പ്രശ്നം വലുതാകാൻ സാധ്യതയുണ്ട്. കാരണം അടികൂടിയിരിക്കുന്നത് സമരപ്പന്തലിൽ സമരം നടത്തുന്നവരുമായിട്ടാണ്. ആ യുവാവ് ഒരു ദളിത് യുവാവും കൂടിയാണ്. അങ്ങനെ എന്ത് ചെയ്യണം? നാളെ പോലീസൊക്കെ വരുമെന്നുള്ള ഒരു ഉറപ്പാണ്. ആരൊക്കെയാണ് ഈ രാത്രി വന്ന് ബഹളം ഉണ്ടാക്കിയതെന്ന് അന്വേഷിക്കുമ്പോൾ പോലീസ് നായയെ കൊണ്ടുവരികയാണെങ്കിൽ ആ പട്ടി മണപ്പിച്ച് ചെരുപ്പ് മണപ്പിച്ചാൽ മാമനെ തേടി വരാം. ഞങ്ങൾക്ക് പട്ടിണി മാറ്റുന്ന ആളല്ലേ. ഉറങ്ങിക്കിടന്ന് ഞങ്ങളെ അമ്മ വിളിച്ചുണർത്തി. അപ്പോൾ അനിയൻ എന്തിനും തയ്യാറാണ്. അപ്പോഴേ അവൻ പറഞ്ഞു, സൈക്കിൾ, മാമൻ്റെ സൈക്കിൾ തന്നാൽ മതി, ഞങ്ങൾ പോകാമെന്ന് പറഞ്ഞു. സൈക്കിളിൽ പോകണ്ട, നടന്നു പോയാൽ മതി എന്ന് മാമൻ പറഞ്ഞു. കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ പറഞ്ഞു, ദിനേശ നീ ചെരുപ്പിടണ്ട, ശങ്കരൻ ചെരുപ്പിട്ടോ, മാമൻ്റെ ചെരുപ്പുകൾ ആശുപത്രിയുടെ റോഡിലെവിടെയെങ്കിലും കിടക്കും, നീ ആ ചെരുപ്പ് ഇട്ടുണ്ടെങ്കിൽ പോന്നാൽ മതി. അപ്പോൾ ഇവിടുന്ന് ചെരുപ്പിട്ടുകൊണ്ട് പോകണ്ട, എനിക്ക് മറ്റേ 2 ചെരുപ്പെടുത്ത് കൈ പിടിക്കണ്ടേ, അപ്പോൾ എല്ലാവരും കാണില്ലേ. പാതിരാത്രിയാണ്. അതേവരെ ആ സമയത്ത് ഞങ്ങൾ രണ്ടാളും എങ്ങും പോയിട്ടില്ല ഇതുപോലെ പാതിരാത്രിക്ക്. കുറ്റാംകുറ്റി ഇരുട്ടിൽ ആശുപത്രി വരെ ഓടി എന്ന് പറയുന്നതായിരിക്കും നല്ലത്. ചെല്ലുമ്പോൾ ആശുപത്രി ഉണർന്നിട്ടുണ്ട്. ഉറങ്ങിയ ആശുപത്രി ഉണർന്ന് കിടക്കുകയാണ് രാത്രി. റോഡിലും കുറച്ച് പേരുണ്ട്. പാതിരാത്രി 2 പിള്ളേർ വരുന്നത് കണ്ട് ചിലർ തിരക്കി, നിങ്ങളെങ്ങോട്ടാ എന്ന് ചോദിച്ചു. മാമൻ ഇതുവരെ ജോലി കഴിഞ്ഞ് വന്നില്ല, സൈക്കിള് വഴിയിൽ പഞ്ചറായി കാണും, നോക്കാൻ വന്നതാ എന്ന് ജനിച്ച നാൾ മുതൽ മരിക്കുന്നതുവരെയും കള്ളം പറയാൻ ഒരു മടിയുമില്ലാത്ത എൻ്റെ അനിയൻ വച്ചൻ കാച്ചി. ഞാൻ ഞെട്ടിപ്പോയി, അവൻ ഇങ്ങനെ പറയുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അവൻ പച്ചക്കള്ളം പറയാൻ എക്സ്പെർട്ടായതുകൊണ്ട് അവൻ വച്ചൻ കാച്ചി. ഇതിനിടയിൽ ആരുടെയും ശ്രദ്ധയില്ല എന്നുള്ളവൻ പതുക്കെ അനാഥമായി കിടന്ന ആ 2 ചെരുപ്പെടുത്ത് ഞാൻ കാലിലിട്ടു. മണിയൻ വന്നോളും. മാമൻ്റെ പേര് തങ്കപ്പന്നായിരുന്നാണ്, പക്ഷേ മണിയൻ എന്നാണ് നാട്ടിൽ വിളിക്കണേ, മണിയൻ പിള്ള. മണിയൻ വന്നോളും, നിങ്ങൾ വേഗം വീട്ടിൽ പോ എന്നായി റോഡിൽ നിൽക്കുന്നവർ. അപ്പോൾ ഞാൻ ഒന്നും അറിയത്തില്ല. ചോദിച്ചു, ഇവിടെ എന്താ ആൾക്കൂട്ടം എന്ന് ചോദിച്ചു. അവിടെ സ്കൂളിൻ്റെ താഴെ കുളത്തിൻ്റെ കരയിൽ ഇവിടെ സമരം ഇരുന്ന ഒരു പയ്യനെ ഏവനോ ഒരുത്തം കുത്തി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, ആരെ? ഈ പന്തലിൽ സമരം കിടന്നവനെ. കുത്തിയവൻ വിവരം അറിയും, ചത്തവനെ നക്സലൈറ്റാ. സത്യം പറഞ്ഞാൽ എനിക്ക് പനി വന്നില്ല എന്നേ ഉള്ളൂ, ഞാൻ കിടുങ്ങിപ്പോയി. അതുവരെ എനിക്കറിയില്ലായിരുന്നു. നമുക്ക് അറിയാവുന്നത് OIVC എന്ന് പറഞ്ഞ സംഘടനയല്ലേ അറിയാവൂ. ഇദ്ദേഹം കൂളായിട്ട് പറയാണ്, ഈ സമരപ്പന്തലിൽ കിടന്നവനെയാണ് കുത്തിയത്, കുത്തിയവൻ വിവരം അറിയും, ചത്തവനെ നക്സലൈറ്റാ. ആ വാക്കുകൾ ശരിക്കും പറഞ്ഞ് എന്നെ ഞെട്ടിച്ചു. എൻ്റെ അനിയനതൊന്നും ഫീൽ ചെയ്തില്ല. കാരണം ആ കുട്ടിക്കാലത്ത് ഞാൻ നന്നായിട്ട് വായിക്കുന്ന ആളായിരുന്നു. കുത്തുകൊണ്ടവൻ ചത്തു, ആൾ നക്സലൈറ്റാ എന്നുള്ള വരി എന്ത് ചെയ്യണമെന്നറിയാതെ എന്നെ വല്ലാത്ത ലോകത്തെത്തിച്ചു. മണിയടിക്കാൻ സമരപ്പന്തലിൽ ഞാനിരുന്നത് നക്സലൈറ്റുകളുടെ കൂടെയാണ് എന്ന് ആലോചിച്ചപ്പോൾ എനിക്ക് കൂടുതൽ പേടി തോന്നി. പോലീസ് സ്റ്റേഷനൊക്കെ ആക്രമിച്ച് പോലീസുകാരെ കൊന്ന്
അവരുടെ രക്തത്തിൽ കൈമുക്കി സ്റ്റേഷൻ്റെ ചുമരിൽ കൈപ്പത്തി അടിച്ച നക്സലൈറ്റുകളെ പറ്റി ഞാൻ വായിച്ചിട്ടുണ്ട്. ശരിക്കും എനിക്ക് തൊണ്ട വരളുന്ന പോലെ തോന്നി. എന്ത് ചെയ്യണം എന്നറിയാതെ ഞാൻ നിൽക്കുമ്പോൾ അതാ വരുന്നു പോലീസ് ജീപ്പുകൾ. അതെന്ത് പറ്റിയെന്ന് കേട്ടാൽ, നേമത്തുനിന്ന് ഇങ്ങനെ ജീപ്പ് വരികയും കല്ലൂരിൽ നിന്ന് ഇങ്ങോട്ടും ജീപ്പ് വന്നു. രണ്ട് സൈഡിൽ നിന്നും വന്ന് ജീപ്പ് വന്ന് റോഡങ്ങ് ബ്ലോക്ക് ചെയ്തു. അപ്പോൾ ആർക്കും ഓടി രക്ഷപ്പെടാനൊന്നും പറ്റില്ല. അതിൽ നിന്ന് പോലീസുകാർ ചാടിയിറങ്ങി. ആദ്യം പരിസരമൊക്കെ വീക്ഷിച്ചു. ഓരോരുത്തരോടും നീ ആരാ എന്ന് ചോദിച്ചു. ആശുപത്രിയിൽ അഡ്മിറ്റ് അല്ലെങ്കിൽ എന്തിനാ ഇപ്പോൾ ഇവിടെ വന്നത് എന്ന് ആശുപത്രി കിടക്കാത്ത ആളുകളോട് ചോദിച്ചു. അഡ്മിറ്റ് ആണെങ്കിൽ പോയി കിടക്കടാ എന്ന് പറഞ്ഞ് പോലീസുകാർ വിരട്ടി ആജ്ഞാപിച്ച് അകത്തേക്ക് ഓടിച്ചു. എന്നിട്ട് നേരെ നരുന്തുകളായ ഞങ്ങൾ രണ്ടുപേരോട് വയ്ക്കാനല്ലേ എന്താ ഇവിടെ എന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ അനിയൻ ശങ്കരൻ തന്നെ അതും ഏറ്റെടുത്തു. ഞങ്ങളുടെ മാമൻ വരേണ്ട സമയം കഴിഞ്ഞു, സൈക്കിളില്ല വരവ്, സൈക്കിൾ പഞ്ചറായെന്ന് സംശയം നോക്കാൻ ഇറങ്ങിയതാന്ന് പറഞ്ഞു. ഇതിലും പൊടിപ്പിള്ളറില്ലടാ വീട്ടിൽ എന്നായി പോലീസ്. നിന്നെയൊക്കെ പോലെ രണ്ടെണ്ണത്തിനല്ലാതെ ഇതിലും താഴെയുള്ളതൊന്നും ഇല്ലേ ഈ അന്വേഷിച്ച് വരാൻ എന്നുള്ള രീതിയിലാണ് ചോദിച്ചത്. ഇതിനേക്കാൾ പിള്ളേരില്ലടാ നിൻ്റെ വീട്ടിൽ എന്ന് ചോദിച്ചു. ഇല്ല, ഞാനാ വീട്ടിൽ ഇളയതെന്ന് അനിയൻ. കുട്ടിക്കാലത്തെ അവന് ഇതൊക്കെ പറയാൻ ഒരു പേടിയില്ലാത്ത ആളാണ്. മാമൻ വന്നോളും പൊയ്ക്കോ എന്നായി പോലീസ്. ഞങ്ങൾ നടന്നു എന്നല്ല, ഓടി, അല്ലെങ്കിൽ നടന്നോടി എന്ന് പറയുന്നതായിരിക്കും ശരി. ശാന്തിയുള്ള ജംഗ്ഷനിൽ നിന്ന് വലത്തോട്ട് ഉള്ള വഴിയിലാണല്ലോ എൻ്റെ വീട്. അങ്ങോട്ട് തിരിയണം. ഞങ്ങൾ അവിടെ തിരിഞ്ഞ ഉടൻ തന്നെ ഇത്തിരി വേഗതയിൽ ഓടി. കുത്തുകൊണ്ടയാൾ മരിച്ചു എന്നുള്ളത് എൻ്റെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചു. സ്ട്രീറ്റ് ലൈറ്റൊന്നും ഇല്ല. ഈ കുറ്റാങ്കുറ്റി ഇരുട്ടത്ത് എങ്ങനെ പോകും എന്ന് ഞാനൊന്ന് ശങ്കിച്ചു. രണ്ടുപേരും കൈകൾ മുറുകെ ചേർത്ത് പിടിച്ചു. ഇരുട്ടത്ത് പരസ്പരം കാണാനാകാതെ കെട്ടിപ്പിടിച്ച് നടക്കുമ്പോൾ അനുജൻ്റെ ഒരു ഇടിവെട്ട് ചോദ്യം വന്നു എന്നോട്. എടേ ചേട്ടാ, 11 മാസത്തെ വ്യത്യാസമേ ഉള്ളൂ ഞങ്ങൾ തമ്മിൽ. അതുകൊണ്ട് എടേ ചേട്ടാ എന്നാണ് എന്നെ വിളിക്കണേ. എടേ ചേട്ടാ, ഒരുത്തൻ ചത്തു, നാളെ പോലീസ് പട്ടി വരും, അത് മണം പിടിക്കും, മാമൻ്റെ ചെരുപ്പിൻ്റെ മണം പിടിച്ച് വീട്ടിൽ വരും. അപ്പോൾ മാമനെ പിടിക്കില്ല, പിന്നെ നിന്നെ പിടിക്കും, നിൻ്റെ കാര്യം പോക്കാം. ഒരു കൂളായിട്ട് എൻ്റെ അനിയൻ പറയണം നിൻ്റെ കാര്യം പോക്കാം. ഞാൻ എന്നെ ചേർത്ത് പിടിച്ചിരുന്ന കയ്യെ പിടിച്ചു മാറ്റി വിട്ടു, പിണങ്ങി. കഷ്ടപ്പെട്ട് വിട്ടു എന്ന് പറയുന്നതായിരിക്കും നല്ലത്. അവൻ നല്ല ആരോഗ്യമുള്ളവനാണ്. ദേഷ്യത്തിൽ ഞാൻ വേഗത്തിൽ മുന്നോട്ട് നടന്നു. പെട്ടെന്ന് ഞാൻ സഡൻ ബ്രേക്ക് ഇട്ടുമല്ലോ നിന്നു. ഇരുട്ടിൽ ഒരാൾ രൂപം നിൽക്കുന്നു. ഇരുട്ടത്ത് ഈ പാതിരാത്രിയിൽ നടു റോഡിൽ ഒരാളിങ്ങനെ നിൽക്കുന്നു. സത്യം പറഞ്ഞാൽ പകുതി ഉയിര് പോയി എന്ന് പറയാം. അനിയനോട് ചെവിയിൽ ഞാൻ പറഞ്ഞു, ദേ ഒരാൾ ആ ചത്തവനായിരിക്കുമോ എന്ന് ചോദിച്ചു. അപ്പോൾ അവൻ എൻ്റെ കൂളായിട്ടേക്ക് പ്രേതോ? അവനും ഒന്ന് പതറി എന്നെനിക്ക് മനസ്സിലായി. കാരണം ഈ പ്രേതോ എന്ന് ചോദിച്ചതൊന്ന് ചിലമ്പിച്ചാണ്. സകല ധൈര്യവും സംഭരിച്ച് അവൻ ചോദിച്ചു, ആരാ? മറുപടിയില്ല. ആരാന്ന്? അനിയൻ അല്പം ഉച്ചത്തിലാണ് രണ്ടാമത്തെ ചോദ്യം ചോദിച്ചത്. മറുപടിയില്ല. പകരം ആ രൂപം മുന്നോട്ട് വരുന്നു. ഞങ്ങൾ വീണ്ടും രണ്ടുപേരുടെയും കൈകൾ പരസ്പരം കൂട്ടിപ്പിടിച്ചു. വിറയ്ക്കുന്നത് എൻ്റെ കൈകളാണോ അനിയൻ്റെ കൈകളാണോ എന്ന് എനിക്ക് അപ്പോഴും പിടിയില്ല, ഇപ്പോഴും പിടിയില്ല. എന്തായാലും കൈ വിറയ്ക്കുന്നു എന്ന് എനിക്ക് മനസ്സിലായി. ആ രൂപം അടുത്തെത്തിയപ്പോൾ സമാധാനമായി. മാമനോടൊപ്പം സൈക്കിൾ ചവിട്ടി വന്നയാൾ ദേവപാലൻ, അല്ലെങ്കിൽ ആ സ്കൂളിലെ കുളത്തിൻ്റെ അങ്ങേക്ക് പോകുന്ന ആ നാട്ടുവഴിയിലൂടെ ഓടിയ ആൾ. നിങ്ങൾ ഈ നേരത്തെ എവിടെ പോയി എന്ന് അദ്ദേഹം ചോദിച്ചു. മാമൻ്റെ ചെരുപ്പെടുക്കാൻ. ചെരുപ്പ് കിട്ടിയോ? കിട്ടി. എവിടുന്ന് കിട്ടി? ആശുപത്രിയുടെ മുന്നിൽ നിന്ന്. അവിടെ വല്ല പ്രശ്നമുണ്ടോ? ഉണ്ട്. ഒരാൾ ചത്തു, ആരോ കുത്തിയതാ. പോലീസൊക്കെ വന്നു, ഞങ്ങളെ അവിടുന്ന് പോലീസുകാർ ഓടിച്ചതാ. അതിന് മറുപടി പറയാതെ അദ്ദേഹം പറഞ്ഞു, തങ്കപ്പനോട്, ഞാൻ പറഞ്ഞില്ലേ നേരത്തെ മണിയമ്പിള്ള എന്ന് വിളിക്കുമെങ്കിലും മാമൻ്റെ പേര് തങ്കപ്പൻ എന്നാണ് ഒഫീഷ്യൽ പേര്. തങ്കപ്പനോട് ഞാൻ വിളിക്കുന്നു എന്ന് പറ, ഞാനിവിടെ തന്നെ നിൽക്കാം, വേഗം വരാൻ പറ. ഞങ്ങൾ വീട്ടിലേക്ക് ഓടി. കാര്യങ്ങൾ മാമനോട് വിശദീകരിച്ചു. ദേവപാലൻ മാമൻ മേളിൽ മാമനെ കാത്തു നിൽക്കുന്നു എന്നുള്ള വിവരവും പറഞ്ഞു.
പോകാൻ നിൻ്റെ മാമനെ അമ്മ തടഞ്ഞു. ഇനി രാവിലെ പോയാൽ മതി. മാമൻ പറഞ്ഞു, പോരാ, അവൻ എൻ്റെ കൂടെ വന്നതല്ലേ, ചിലപ്പോൾ ഞാനും അവനും തൽക്കാലം ഇവിടുന്ന് മാറി നിൽക്കേണ്ടി വരാം. ഞാൻ ഇട്ട് വന്ന ചെരിപ്പിടാൻ മാമൻ കാൽ വെച്ചു. പിന്നെ പെട്ടെന്ന് കാല് പുറകോട്ടെടുത്തു. പേടിയില്ലെങ്കിൽ നിങ്ങൾ രണ്ടാളും കൂടി ഈ ചെരുപ്പുകളെടുത്ത് നെടുങ്കുളത്തിൽ കൊണ്ടെറിയാൻ പറഞ്ഞു. മാമ പുറത്തേക്ക് പോയി. അമ്മയുടെ കരച്ചിൽ തോർന്നില്ല. ഞങ്ങൾ രണ്ടുപേരും കൂടി ചെരുപ്പുകളുമായി നട്ടപ്പാതിരിക്ക് നെടുങ്കുളത്തിൽ പോയി ചെരുപ്പിനെ വെള്ളത്തിലേക്ക് എറിഞ്ഞു. ആ നെടുങ്കുളത്തിലെ കരയിലൊരു പാലമരം ഉണ്ടായിരുന്ന കാലത്ത്. അതിൽ യക്ഷി താമസമുണ്ടെന്നാണ് പറഞ്ഞിരുന്നത് കുട്ടിക്കാലത്ത്. ആ പാലമരം നിൽക്കുന്ന നെടുങ്കുളത്തിലാണ് പാതിരാത്രി. അപ്പോഴതൊന്നും ഓർത്തില്ല. ഞങ്ങൾക്ക് മാമനെ രക്ഷപ്പെടുത്തണം എന്ന് മാത്രമേ ഉള്ളൂ. നേരം പുലർന്നപ്പോൾ അന്തരീക്ഷം വഷളായി. മരിച്ചത് ദളിത് യുവാവാണ്, നക്സലൈറ്റാണ്. കൊന്നതാണെങ്കിൽ നായന്മാരും. നിറം മാറി. OVCയുടെ ആശുപത്രിക്ക് മുന്നിലുള്ള സമരപ്പന്തൽ പോലീസ് അഴിച്ചു മാറ്റി. അന്നാണ് ഞാൻ അറിയുന്നത് OVC എന്ന് പറഞ്ഞാൽ യുവജന വിജിലൻസ് കമ്മിറ്റി എന്നാണ്. സമരപ്പന്തൽ പൊളിച്ചതും സംഘർഷത്തിലായി. അതിൻ്റെ നേതാവ് നേരത്തെ പറഞ്ഞ ചിരിക്കാത്ത മനുഷ്യൻ്റെ പേര് ദിലീപ് എന്നായിരുന്നു. ദിലീപ് ആരാണെന്ന് വർഷങ്ങൾ കുറേ കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത്. നമ്മുടെ പ്രശസ്ത നടനും സംവിധായകനുമൊക്കെയായ പി ശ്രീകുമാർ ചേട്ടൻ്റെ അനുജനാണ് ഈ നക്സലൈറ്റ് നേതാവായ ദിലീപ്. പിടികിട്ടാ പുള്ളിയായി പ്രഖ്യാപിച്ച് ഒളിവിൽ തമിഴ്നാട് വഴി ബസ്സിൽ യാത്ര ചെയ്യവേ പിന്തുടർന്ന പോലീസ് പിടികൂടിയ നേതാവ്. ക്രൂരമായ മർദ്ദനം നേരിട്ട ഹതഭാഗ്യൻ. പിന്നീട് അകാലത്തിൽ ദിലീപ് മരിച്ചുപോയി. പോലീസ് അത്രയ്ക്ക് ഇടിച്ച് ദേഹോപദ്രവം ഏൽപ്പിച്ചു എന്നാണ് പറയുന്നത്. നക്സലൈറ്റിൻ്റെ പിൻബലത്തിലുണ്ടാക്കിയ OVCയുമായി ബന്ധമുള്ളവരെയൊക്കെ പോലീസ് പൊക്കി. ആ ലിസ്റ്റിൽ കുട്ടിയായ എൻ്റെ പേരും കടന്നുകൂടി. സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചു. ദളിത് യുവാവ് മരിച്ച രാത്രി ആശുപത്രിയുടെ മുന്നിൽ പാതിരാ നേരത്ത് ആര് പറഞ്ഞിട്ട് വന്നു എന്ന് SI ചോദിച്ചു. അന്ന് ഈ നിക്കറക്കിട്ട SIയും കോൺസ്റ്റബിൾമാരും ഒക്കെയാണ്. പേടിയാവും നോക്ക്. എന്തിനു വന്നു? നക്സലൈറ്റ് എന്ന് പറഞ്ഞാൽ നിനക്കറിയാമോ? അവരുടെ പ്രവൃത്തികളിൽ ന്യായമെന്ന് തോന്നിയത് നിനക്ക് എന്തൊക്കെയാണ് ന്യായമെന്ന് തോന്നിയത്? തുടർന്നും ഇതുപോലുള്ള മണിയടി സമരരീതികളിൽ നീ സഹകരിക്കുമോ? എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരമായിട്ട് ഇല്ല എന്നും അറിയില്ല എന്നും ആയതിനാലാണോ? കുടുംബ പശ്ചാത്തലം കോൺഗ്രസിൻ്റെ അനുഭാവികളാണ് എന്ന ആ ഒരു കൺസെഷനിലാണോ? തീരെ ചെറിയ പയ്യൻ ആയതിനാലാണോ? ആദ്യ ചോദ്യം ചെയ്യലിൽ തന്നെ അത് അവസാനിച്ചു. ഇവിടെ മുതലാകണം കോൺഗ്രസ് കുടുംബത്തിൽ നിന്നും ചുവപ്പിൻ്റെ വഴിയെ എൻ്റെ ചിന്തകൾ മാറുന്നതും 17ാമത്തെ വയസ്സിൽ CPMൻ്റെ അംഗത്വം ലഭിക്കുന്നതും. ഈ സംഭവം നടക്കുമ്പോൾ ആശുപത്രിയുടെ മതിലിന് താഴെ, തൊട്ടു താഴെ ഒരു മതിലാണ് സിന്ധുവിൻ്റെ കുടുംബം താമസിച്ചിരുന്നത്. ആശുപത്രി വികസനത്തിനായി സ്ഥലം സർക്കാർ ഏറ്റെടുത്തപ്പോഴാണ് എൻ്റെ വീടിനടുത്തേക്ക് സിന്ധുവും കുടുംബവും മാറിയത്. പൂനൻ എന്ന് വിളിക്കുന്ന ഭുവനചന്ദ്രൻ എന്നാണ് കൊല്ലപ്പെട്ട യുവാവിൻ്റെ പേരെന്നാണ് എൻ്റെ ഓർമ്മ. അയാളെ കൊന്ന നാളുകൾ ഓർമ്മയുണ്ടോ എന്ന് സിന്ധുവിനോട് ഞാനിത് തയ്യാറാക്കുമ്പോൾ ചോദിച്ചു. പറഞ്ഞു കേട്ട ഓർമ്മയെ സിന്ധുവിനുള്ളൂ. ശാന്തിവിള സ്കൂളിൻ്റെ താഴെയുള്ള പഞ്ചായത്ത് കുളത്തിൽ കുത്തേറ്റ് മരിച്ചു കിടന്ന ബോഡി കരക്കെടുക്കുമ്പോൾ, കുളത്തിലെറിഞ്ഞ കത്തിക്കായി പരതുമ്പോൾ, അവിടെ കൂടിയ ആൾക്കാരുടെ ഉച്ചത്തിലുള്ള പ്രതിഷേധം കണ്ടപ്പോൾ വലിയൊരു കലാപത്തിലേക്ക് ഈ പ്രശ്നം നീളും എന്ന് കരുതി. പക്ഷെ ഒരു ചൊക്കും ഉണ്ടായില്ല. അന്ന് NSSൻ്റെ തലപ്പത്തുള്ള ആൾ കിടങ്ങൂർ ഗോപാലകൃഷ്ണപിള്ള സാറാണ്. അദ്ദേഹം ഉണ്ടാക്കിയ രാഷ്ട്രീയ പാർട്ടി NDP ശക്തമായിട്ട് UDFൽ നിൽക്കുന്ന കാലമാണ്. കേരള രാഷ്ട്രീയത്തിൻ്റെ എന്താ പറയുക, ഗതി നിർണ്ണയിക്കുന്ന ശക്തിയായിരുന്നു അന്ന് NSSും കിടങ്ങൂർ ഗോപാലകൃഷ്ണപിള്ളയും NDPയും. കരുണാകരൻ്റെ ഭരണവും ഒക്കെയായി ഈ കൊലപാതക കേസ് ദുർബലപ്പെട്ടു പോയി. ഒരു യുവാവ് കൊല്ലപ്പെട്ടു എന്നതിനപ്പുറം ഒന്നും സംഭവിക്കാതെ ആ കേസ് അവസാനിച്ചു. ഒരമ്മയ്ക്ക് മകനില്ലാതെ പോയി എന്നത് മാത്രമാണ് ആകെ ഉണ്ടായ നഷ്ടം. ശാന്തിവിള ആശുപത്രിയുടെ മുന്നിലൂടെ ഇപ്പോഴും പോകുമ്പോഴും ആ പേടിപ്പെടുത്തിയ രാത്രി ഓർമ്മയിൽ തെളിയും. ചുരുങ്ങിയത് 50 വർഷമെങ്കിലും കഴിഞ്ഞിരിക്കാം
ആ കൊലപാതകം നടന്നിട്ട്. പറഞ്ഞു തുടങ്ങിയതൊന്ന്, പിന്നെ പോയത് ഈ കൊലപാതകത്തിലേക്കായിപ്പോയി. കുഞ്ഞികൃഷ്ണൻ മാമൻ്റെ ടാക്സിക്കാറിൽ കിഴക്കക്കോട്ടയിൽ വന്ന് അന്നും പ്രശസ്തമായ ബാബ സ്റ്റുഡിയോയിൽ എടുത്തതാണ് ഞാനിവിടെ കാണിച്ച, അല്ലെങ്കിൽ ഇപ്പോൾ വീണ്ടും കാണിക്കുന്ന ഈ ഗ്രൂപ്പ് ഫോട്ടോ. എൻ്റെ ഒരു ബന്ധുവിൻ്റെ കൈവശവും ഈ ഫോട്ടോ കാണില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. അമ്മ പഠിപ്പിച്ചവർ, വളർത്തിയവർ, വിവാഹം കഴിച്ചയച്ചവർ, ഞങ്ങളുടെ വകയെടുത്ത് ഡർബാർ അടിച്ച് തീർത്തവർ, ഞങ്ങളെക്കാൾ അമ്മ സ്നേഹിച്ച ചേച്ചിയടക്കം അമ്മയോട് നീതി പുലർത്തിയോ എന്ന് ചിന്തിച്ചാൽ സന്തോഷത്തോടെ ഞാൻ പറയും ഇല്ല എന്ന്. ഒരാളും പഴയ കാലങ്ങൾ ഓർത്ത് അമ്മയോട് നീതിയോ സ്നേഹമോ കാട്ടിയിട്ടില്ല. അതിനാൽ അമ്മയ്ക്ക് നല്ല നൊമ്പരമുണ്ടായിരുന്നു മരിക്കും വരെയും എന്ന് ഞാനിതായി ആദ്യമായി ക്യാമറയുടെ മുന്നിൽ തുറന്നു പറയുന്നു. എൻ്റെ ബന്ധുക്കൾ ആരും അമ്മയെ സഹായിച്ചിട്ടില്ല. വേദനിപ്പിക്കാനാണെങ്കിൽ ഇഷ്ടംപോലെ വേദനിപ്പിച്ചിട്ടുണ്ട്, ചതിച്ചിട്ടുണ്ട്. നമ്മളൊക്കെ പറയും ബന്ധങ്ങൾ പണത്തിൽ തൂക്കി നോക്കുന്ന കാലമാണ് ഇപ്പോഴെന്ന്. അത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. ബന്ധങ്ങളെന്നും കാശിൻ്റെ ബലത്തിൽ തൂക്കി തന്നെയാണ് നോക്കിയിരുന്നത്. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ശാന്തിവിള ദിനേശ് എന്ന് പറയാനാണ് എനിക്കിഷ്ടം. ഇതിനപ്പുറം പറഞ്ഞാൽ ശരിയാവില്ല. കാരണം പലരും ജീവിച്ചിരിക്കുകയല്ലേ ബന്ധുക്കൾ. ബന്ധം എന്ന് പറഞ്ഞാൽ നമ്മളിൽ കാശുണ്ടെങ്കിൽ, നമ്മൾക്കൊരു അഡ്രസ്സ് ഉണ്ടെങ്കിൽ, നമുക്കൊരു വീടുണ്ടെങ്കിൽ നമ്മളെ സ്നേഹിക്കാൻ ഒരുപാട് ബന്ധുക്കളെ കിട്ടും. ദിനേശിന് വീടില്ല, കാശില്ല, ബന്ധുക്കൾ ആരും ഇപ്പം ബന്ധമായിട്ടില്ല. ഞാൻ പലപ്പോഴും ആലോചിക്കും, മാക്ടിയിലെ സജീവ പ്രവർത്തനമായിരുന്നപ്പോൾ മാക്ടിയുടെ ഡയറി ഇറക്കുന്ന ഒരു വർഷത്തെ ചുമതല എനിക്കായിരുന്നു. ആ ചുമതല ഇല്ലെങ്കിൽ പോലും തിരുവനന്തപുരത്തുള്ള മാക്ട മെമ്പേഴ്സിന് കൊടുക്കാനായിട്ട് ഡയറി കൊണ്ടുവരുമ്പോൾ ആ ഡയറിയിൽ ഒരു 10-15 ഡയറി ഞാൻ പേഴ്സണലായിട്ട് മാക്ടയിൽ എഴുതി കൊടുത്തിട്ട് എടുത്തുകൊണ്ടിരുമായിരുന്നു. ആ ഡയറിയൊക്കെ വാങ്ങാൻ വന്ന ബന്ധുക്കളുണ്ടായിരുന്നു. ഡയറി വന്നോ എന്ന് എന്നെ വിളിച്ച് ചോദിക്കുന്ന ബന്ധുക്കളുണ്ടായിരുന്നു. അവർ വന്ന് ഡയറി വാങ്ങി പോകുമായിരുന്നു. കാരണം ഞാനപ്പോൾ സമ്പന്നനായിരുന്നു. ഇപ്പോൾ ഡയറിയും വേണ്ട, ദിനേശും വേണ്ട. ഇതൊക്കെ ഒന്നുകൂടി ഓർക്കാൻ ഈ ഫോട്ടോയ്ക്ക് പിന്നിലെന്നുള്ള ഈ ഫോട്ടോ എന്നെ സഹായിച്ചു. അവരൊക്കെ നന്നായിരിക്കട്ടെ. ഞാൻ പട്ടിണിയൊന്നും കിടക്കുന്നില്ലല്ലോ. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.